അല്ല പിന്നെ എന്ത് കൈപൊള്ളിയല്ലേ? വെറുത്തു എന്ന് പറയാം. ബേസിക്കലി ഞാനൊരു ഇൻട്രോവർട്ടനാണ്. പിന്നെ ഇത് വല്ല ലോൺലി ആയിട്ടിരുന്നാലാണ് കൂടുതൽ പ്രൊഡക്റ്റീവ് ആകുക എന്നുള്ളൊരു തോട്ട് തോന്നും അല്ലേ? അല്ല, ലോൺലി ആയിട്ടിരുന്നാലല്ല. വേറൊരു കാര്യം അരവിന്ദിനെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ വളരെ ലോ പ്രൊഫൈലാണ് അല്ലേ? അതെ. പുറത്ത് അങ്ങനെ ഈ 2 കോടി ഉണ്ടാക്കുന്ന കമ്പനിയാണെന്നോ അല്ലെങ്കിൽ ഇതൊന്നും അങ്ങനെ പറയാറില്ല. ഈ പറയുന്ന പോലെ പണ്ട് എനിക്ക് നല്ല ഷൈ ആയിട്ടുള്ള ഒരു പേഴ്സണായാണ്. അതിപ്പം ആസ് ആൻ ഇൻട്രോവേർട്ട് നമ്മൾ വിചാരിക്കുന്നത് അവർ മനസ്സിലാക്കണം ഇതാണ് സംഭവം. അത് ഷുഡ് ഇറ്റ് ബി എന്താണ് ബിഗ് ഡീൽ എന്നുള്ളത് മാത്രമല്ല, അതൊരു സംതിങ് ടു ബി പ്രൗഡ് ഓഫ് ഓർ അഷെയിംഡ് ഓഫ് എന്നുള്ളത് എനിക്കറിയില്ല എന്താണ്. പക്ഷെ അതിന്റെ വെബ്സൈറ്റിൽ കയറിയപ്പോൾ അതിനകത്ത് ഇങ്ങനെ കുറെ ഇടിയും മിന്നലും കളം എഫക്ട്സും കാര്യങ്ങൾ. അപ്പോൾ ഒരു വൺ ഓഫ് ദ മെയിൻ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് ഫോബ്സ് ആഫ്രിക്ക എന്ന് പറയുന്ന അവരുടെ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്ത് ഇത് മൂവി പ്രൊമോഷൻസ് ഈ ഓൺലൈൻ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ മൂവി പ്രൊമോഷൻ തുടങ്ങിയിരുന്നു അല്ലേ? ഏതാ ചെയ്തിരുന്നു ആ സമയത്ത്? സ്റ്റാർട്ട് ചെയ്തത് അത് പീസ് ഓഫ് മൈൻഡ് വിട്ടിട്ടുള്ള പരിപാടി ഇല്ല. ആ ഒരു പരിപാടിയില്ല. വെൽക്കം ടു സ്കൂൾ ഓഫ് ലൈഫ്. ലൈഫ് ഇസ് നോട്ട് പെർഫെക്റ്റ്, ബട്ട് സ്റ്റോറീസ് ആർ ബെസ്റ്റ് ടോൾഡ് ബൈ പീപ്പിൾ ഹു ഹവ് ആക്ച്വലി ലിവ്ഡ് ഇറ്റ്. നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസിനോടാണ് നമ്മൾ സംസാരിക്കുന്നത്, ഹു മെയ്ഡ് ഇറ്റ് ബിഗ് ഇൻ ലൈഫ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ദേ ഓൾസോ ഹാവ് ഹാഡ് ദെയർ ഓൺ ഷെയർ ഓഫ് മിസ്റ്റേക്സ് ആൻഡ് പ്രോബ്ലംസ് ആൻഡ് സ്ട്രഗിൾസ്. സോ ഇറ്റ്സ് ഗുഡ് ടു ലേൺ ഫ്രം ദെം. I hope you like the content. If yes, please do like, share and subscribe. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് അങ്ങനെ ഒരു പേഴ്സണാലിറ്റിയാണ്, അരവിന്ദ് അജിത്, who is the CEO of Awesome Innovations. Welcome to the show, Arvind. താങ്ക് യു മണി. Great. അപ്പോൾ ഫസ്റ്റ് തന്നെ പറഞ്ഞേക്കട്ടെ നമ്മുടെ പ്രേക്ഷകരെ അറിയാൻ വേണ്ടിയിട്ട്, 2 crore plus ആണ് നമ്മുടെ റവന്യൂ അല്ലേ ഓസം ഇന്നോവേഷൻസിന്. ആൻഡ് യു സ്റ്റാർട്ടഡ് ആസ് എ ഫ്രീലാൻസർ അല്ലേ? ഒരു ഫ്രീലാൻസറിൽ നിന്ന് ഇപ്പോൾ ഒരു 2 കോടിയിലധികം ടേൺ ഓവർ വരുന്ന രീതിയിൽ ഒരു കമ്പനി റൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. അപ്പോൾ എന്നാണ് തുടങ്ങിയത്, എവിടെയാണ് തുടങ്ങിയത്? അവിടെ വെച്ച് തുടങ്ങാം. ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഒരു ബ്ലോഗറായിട്ടാണ്. ഓക്കെ. ഒരു നമ്മൾ ഇറ്റ് വാസ് ഇൻ ലൈക്ക് 2008-2009 ആ ഒരു നമ്മുടെ ബ്ലോഗിങ്ങിൻ്റെയൊക്കെ വസന്തകാലം എന്ന് പറയുന്ന ഒരു സമയം. അപ്പോൾ എല്ലാവരെയും പോലെ മറ്റേ ഡിസൈൻ ബേസിക്കലി ബ്ലോഗുകളിൽ നിന്നാണ് നമുക്ക് എല്ലാവർക്കും ഇതുപോലെ പുതിയ ഇൻഫർമേഷൻ എല്ലാം കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ കുറേ ബ്ലോഗുകളൊക്കെ വായിച്ചാണ് നമ്മൾ ആ സമയത്തുള്ള ട്രെൻഡ്സ്. ഞാൻ ബേസിക്കലി ഡിസൈനറായിരുന്നു. ഓക്കെ. വെബ് ഡിസൈനറായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് ഒരു കാര്യം ഓർമ്മയാണ്, എനിക്ക് അരവിന്ദിൻ്റെ ഫസ്റ്റ് ഇൻട്രാക്ഷൻ എപ്പോഴാണെന്ന് പറയും. എനിക്ക് അരവിന്ദ് എന്നുള്ള ഒരാളിനെ കുറിച്ച് മനസ്സിലായത് അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു കണക്ഷൻ വന്നത് മറ്റേ ഒരു ട്വിറ്ററിൻ്റെ ഒരു ബേർഡ് ഉണ്ടല്ലോ, ഒരു നീല കളർ, അത് ഡിസൈൻ ചെയ്തത് അല്ലേ? അത് ഭയങ്കര ഫയർ ആയിരുന്നു. അത് ഈ കാലയളവിലാണോ? അതെ, ആ ഒരു ടൈമാണ്. കാരണം ആ സമയത്ത് ഇതേപോലെ ഒരു ഡിസൈൻ ബ്ലോഗ് ഞാനും അത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് വെറുതെ ഒരു ബ്ലോഗായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അത് ക്ലിക്കായി. അപ്പോൾ ബേസിക്കലി അതിൽ കൂടെ എനിക്കറിയാവുന്ന ഡിസൈൻ ടിപ്സ് കാര്യങ്ങൾ ഒക്കെ നമ്മൾ പഠിക്കുന്നത് വേറെ ചെറുതായിട്ട് ട്വീക്ക് ചെയ്ത് വേറൊരു രീതിയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്തു. അങ്ങനെയൊക്കെ അത്. ബ്ലോഗിൻ്റെ പേരെന്തായിരുന്നു? അത് ദ ഡിസൈൻ സൂപ്പർ ഹീറോ. അതെ, ഒരു ഡയമണ്ട് ഷേപ്പ് ഒക്കെ വെച്ചിട്ട്. എക്സാക്ട്ലി അതൊരു സൂപ്പർമാൻ്റെ ആ ഒരു സ്റ്റൈൽ. അത് ഭയങ്കര ഹിറ്റായിരുന്നു. കാരണം ഈ പെർട്ടിക്കുലർ ഡിസൈൻ ഒക്കെ ഭയങ്കരമായിട്ട് ഞാനിത് അറിയുന്നത് വേറെ ഏതൊരു ഇന്റർനാഷണൽ ബ്ലോഗിൽ നിന്നാണ്. അവർ ലിങ്ക് ചെയ്തിരുന്നു സ്മാഷ് മാഗസിൻ. which was a very epic ആ സമയത്ത്. പിന്നെ അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് അതിനകത്ത് നമ്മൾ പിന്നെ when it comes to that Twitter bird, അപ്പോൾ ആ സമയത്ത് അതുപോലെ നമ്മുടെ ബ്ലോഗേഴ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു സോഷ്യലൈസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ട്വിറ്റർ ആയിരുന്നു. അപ്പോൾ ഫേസ്ബുക്ക് ഒന്നും ആയിട്ടില്ല. അപ്പോൾ എല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ലിങ്ക് ഷെയർ ചെയ്യുന്നത് എല്ലാം നമ്മൾ ട്വിറ്റർ വഴി കമ്മ്യൂണിക്കേഷൻ മൊത്തം ട്വിറ്റർ വഴിയാണ്. അപ്പോൾ ട്വിറ്റർ ആ സമയത്ത് സ്ക്വാഡായിരുന്നു ട്വിറ്ററിൽ. അതെ. അപ്പോൾ അഗെയിൻ നമ്മുടെ ട്വിറ്റർ നമ്മുടെ ട്വീറ്റ്സ് ഒക്കെ നമ്മുടെ ബ്ലോഗിനകത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, അതൊക്കെ ആ സമയത്തൊരു ട്രെൻഡായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് എല്ലാവരും ഞാനൊരു പ്രാവശ്യം വെബ്സൈറ്റ് റീഡിസൈൻ ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ ബ്ലോഗ് ആസ് എ വെബ് ഡിസൈനർ ഐ യൂസ് ടു സ്റ്റാർട്ടഡ് ഇത് കീപ്പ് ഓൺ റീഡിസൈനിങ്. അങ്ങനെ ചെയ്ത സമയത്ത് അത് ഒരു ട്വിറ്റർ ബേർഡ് എല്ലാവരും വയ്ക്കും. അപ്പോൾ ഞാനൊരു വെറൈറ്റിക്ക് ആ സമയത്താണ് ആക്ച്വലി ആപ്പിൾ മറ്റേ സ്കീം ഓഫീസും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെന്താണെന്ന് എനിക്കറിയില്ല. സ്കീം ഓഫ് റിസം എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ കുറെ കൂടെ 3D ടൈപ്പ്
ഡിസൈൻ ഷാഡോസ് ഒക്കെ കൊണ്ടുവന്നിട്ട് ഈവൻ ഇപ്പൊ ഈ ഐഫോണിൽ നിയോമോർഫിസം എന്നൊക്കെ പറയുന്ന പോലെ ക്രെഡിന്റെ ഒക്കെ ഡിസൈനിലുള്ള അതെ 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 ഓക്കെ ഓക്കെ അപ്പോൾ അത്രയും എന്താണ് ഡെപ്ത് കൊണ്ടുവന്ന് മനസ്സിലായി. അപ്പോൾ ആ സമയം ഞാൻ വെറുതെ ഒരു ട്വിറ്റർ ബേർഡിന് അങ്ങനെ ഒരു ഡെപ്ത് കൊടുത്ത ഒരു ട്വിറ്റർ ബേർഡ് ഇറക്കി. ശരി ശരി. അത് എൻ്റെ സൈറ്റ് എൻ്റെ ബ്ലോഗിന്റെ വിഡ്ജറ്റിൽ പ്ലേസ് ചെയ്തതേ ഉള്ളൂ. പക്ഷേ ഫ്രീ ആയിട്ട് കൊടുക്കുകയും ചെയ്തു അല്ലേ? അത് ആക്ച്വലി ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി ഈ ബേർഡ് എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചിട്ട് എല്ലാവരും എന്നോട് അതെ അതെ ചോദിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഞാൻ അതിനെടുത്ത് ഓക്കെ ഫ്രീ ഡൗൺലോഡ് ഇട്ടു. സർപ്രൈസിംഗ്ലി അത് ഭയങ്കരമായിട്ട് ഡിമാൻഡ് വന്നു. ഒരുപാട് സൈറ്റ്സിൽ മാഗസിൻ വരെ പോയി. അങ്ങനെയാണ് ആക്ച്വലി അതും ഒന്നും നമ്മള് പ്ലാൻ ചെയ്തിട്ടോ അതങ്ങോട്ട് അങ്ങനെ കയറിയതാണ്. അപ്പൊ ഈ ഈവൻ അഗൈൻ ഇപ്പൊ മണിയായിട്ട് വന്ന കണക്ഷൻ പോലും ഇത് 2008 മറ്റാണെന്ന് തോന്നുന്നല്ലേ? അതെ അതെ 2008-9 ടൈം ആയിരിക്കും. ശരി ശരി. അപ്പൊ ഡിസൈനർ ആയിട്ടാണ് തുടങ്ങിയത്, ഫ്രീലാൻസർ ആയിരുന്നു, ബ്ലോഗർ ആയിരുന്നു. അതെ, ഞാൻ വെൻ ഐ സ്റ്റാർട്ടഡ് ദാറ്റ് ബ്ലോഗ് ഐ വാസ് വർക്കിംഗ് സംവെയർ, ഐ വാസ് വർക്കിംഗ് വിത്ത് എ കമ്പനി. അപ്പോൾ ഇഗൈൻ ഈ ബ്ലോഗ് ക്ലിക്ക് ആയതോടുകൂടി ഐ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് എൻക്വയറീസ് ഫോർ ഡിസൈനിങ് അതർ പ്രോജക്ട്സ് ആൻഡ് ശരി ശരി. അപ്പോൾ അറ്റ് എ മൊമെന്റ് ഐ തോട്ട് പതുക്കെ നിർത്തി, അതെ ലെറ്റ്സ് ട്രൈ ഗോ ഫ്രീലാൻസിങ് ഫോർ സം ടൈം, സ്വന്തമായിട്ട് ചെയ്യാം. അതെ, അങ്ങനെ ഒന്ന് ട്രൈ നോക്കാം. വർക്കൗട്ട് ആവുകയാണെങ്കിൽ ആവട്ടെ, ഇല്ലെങ്കിൽ ശരി തിരിച്ചെവിടെയെങ്കിലും കയറാം എന്നൊക്കെ ഉള്ളൊരു പ്ലാനായിരുന്നു. ശരി. അങ്ങനെ ഒരു ബ്രേക്ക് എടുത്തു. ഐ വാസ് ഇൻ ബാംഗ്ലൂർ. ഞാനൊരു ബ്രേക്ക് എടുത്തു, വീട്ടിൽ വന്നു. എന്നിട്ട് അങ്ങനെ ഫ്രീലാൻസ്. ഏത് ഇതിലാണ് ചെയ്തത്? ഇല്ലസ്ട്രേറ്ററിലാണോ അതോ? അല്ല, ഫോട്ടോഷോപ്പ്. ട്വിറ്റർ ബേർഡ് വാസ് ഇൻ ആക്ച്വലി ആ ട്വിറ്റർ ബേർഡ് വാസ് ഇൻ ഫോട്ടോഷോപ്പ്. ഞാൻ ഒരു PhD ആണ് ഡൗൺലോഡ് ഫ്രീ ആയിട്ട് കൊടുത്തത്. മനസ്സിലായി. നിങ്ങളുടെ ട്രിവാൻഡ്രം ബേസ് ആയിട്ട് വേറൊരു പുള്ളിയും കൂടെ ഉണ്ടായിരുന്നു ഡിസൈനിൽ, ഒരു ഗോപാൽ രാജു. പുള്ളിയും ഈ പറഞ്ഞ പോലെ മറ്റേ അവാർഡ്സിന്റെ എന്തോ അതിൽ ജൂറി മെമ്പറൊക്കെ. നിങ്ങൾ രണ്ടുപേരാണ് ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ നിങ്ങളെ കണ്ടപ്പോഴും വിചാരിച്ചു ഇവര് വർക്കൊക്കെ ഭയങ്കര ഇന്റർനാഷണൽ ലെവലിലുള്ള വർക്കാണ്, നമ്മുടെ ഇവിടെയും ഇങ്ങനത്തെ ആൾക്കാരുണ്ട് എന്നുള്ള ഒരു കോൺഫിഡൻസ്. അവാർഡ്സിൽ ആ സമയത്ത് ഇതേപോലെ ജൂറി മെമ്പറായിട്ട് ഞാനും ഗോപാൽ ആണ് ഉണ്ടായിരുന്നത്. മനസ്സിലായി. അപ്പോൾ അങ്ങനെ അതും ഇതേപോലെ വന്ന് ഭവിച്ചതാണ്. നമുക്ക് ഇങ്ങോട്ട് തന്നെ വന്ന് ഈ മെയിൽസ് ബേസിക്കലി ഇതുപോലെയൊക്കെ ആയിരിക്കും. നമ്മൾ സ്മാഷ് മാഗ് അതുവഴിയൊക്കെ കണക്ഷൻ വന്നതിന്റെ ആയിരിക്കും ഇങ്ങോട്ട് നമുക്ക് ഇൻവൈറ്റ് വന്നതാണ്. ആ സമയത്ത് ഈ 2008-7-9 സമയത്ത് ബ്ലോഗിങ് ഭയങ്കര പീക്കിൽ നിന്ന സമയമാണ് അല്ലേ? ഇപ്പം എനിക്കാണെങ്കിലും ശരി, ഫ്രീലാൻസ് ആയിട്ട് ഇഷ്ടംപോലെ വർക്കൊക്കെ കിട്ടുന്ന സമയമാണ്. പിന്നെ എന്ത് സംഭവിച്ചു? അവിടുന്ന് യു കെയിം ടു ബാക്ക് ടു കേരള അല്ലേ? ബാംഗ്ലൂരിൽ നിന്ന് വന്നു. പിന്നെ ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ് അലോൺ. ലൈക്ക് ഞാൻ വീട്ടിൽ ഇരുന്ന് അപ്പോഴത്തെ വർക്ക് ഫ്രം ഹോം തുടങ്ങി. ശരി. അപ്പോഴേ തുടങ്ങി വർക്ക്. അതെ, അപ്പോൾ തുടങ്ങി വർക്ക് ചെയ്ത് കൊണ്ടിരുന്നപ്പോൾ എനിക്ക് എപ്പോഴും ഈ പറയുന്ന പോലെ ശരിക്കും അലോൺ ഒറ്റയ്ക്കിരുന്ന് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് എന്നെ കൊണ്ട് പറ്റുന്നൊരു പരിപാടിയല്ല എന്ന് ഒരു 2 മാസം 3 മാസം കൊണ്ട് മനസ്സിലായി. അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും അത് ജസ്റ്റ് ചെറിയൊരു വീട്ടിൽ നിന്നൊന്ന് മാറിയിരുന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പ്രൊഡക്റ്റീവ് ആയിരിക്കും. മേ ബി ഐ സ്റ്റാർട്ട് ഗെറ്റിംഗ് സം ഇത് ഒരു ഫ്രീലാൻസ് ഗിഗ്സും കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ ഇതുപോലെ ലോൺലി ആയിട്ടിരുന്നാലാണ് കൂടുതൽ പ്രൊഡക്റ്റീവ് ആകുക എന്നുള്ളൊരു തോട്ട് വന്നു അല്ലേ? മറ്റു ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ. അല്ല, ലോൺലി ആയിട്ടിരുന്നാലല്ല, ഒരു ടീമായിട്ട് വർക്ക് ചെയ്താലാണ് കൂടുതൽ വർക്ക് വരുന്നത്. കൂടുതൽ ഒരു എനിക്ക് ബേസിക്കലി ഞാനൊരു ഇൻട്രോവേർട്ടനാണ്. എന്നാൽ പോലും നമ്മുടെ ഒരു ക്ലോസ്ഡ് സർക്കിളിൽ ആൾക്കാർ അപ്പോൾ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടും. വരുമ്പോഴത്തേക്ക് പ്രൊഡക്ടിവിറ്റി എനിക്ക് കൂടുതലൊന്ന് ഡിസ്കസ് ചെയ്തൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതൊരു രസമാണെന്നുള്ളത്. അപ്പോൾ എങ്ങനെ ഒരു ടീം ഫോം ചെയ്തു? അങ്ങനെ ഒരു ടീം. അതെ, അപ്പോഴത്തേക്ക് അതേ സമയത്ത് തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, പുള്ളിയും ഇതേപോലെ ഒരു സ്റ്റാർട്ടപ്പിന് ട്രൈ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വി ടുഗദർ ടു കെ an ഓഫീസ്. എന്നിട്ട് ട്രിവാൻഡ്രത്ത് തന്നെ. ശരി. അത് കഴിഞ്ഞിട്ട് ആക്ച്വലി ഇപ്പോൾ എനിക്ക് കിട്ടിയിരുന്ന ഫ്രീലാൻസ് ഐ ഹാഡ് സം സോളിഡ് ലിങ്ക്സ് ദെൻ. അപ്പോൾ ഡിസൈൻ വർക്ക്സ് അല്ലേ? ഡിസൈൻ മാത്രം പറയാൻ പറ്റില്ല, ഡിസൈൻ ആൻഡ് HTML, പിന്നെ വേർഡ്പ്രസ്. ഈ ഒരു വേർഡ്പ്രസ് ആണ് അരവിന്ദിന്റെ ഒരു സ്ട്രോങ് ഹോൾഡ് അല്ലേ? എക്സാക്ട്ലി, അതങ്ങനെ പറയാം. അന്ന് മുതലേ വേർഡ്പ്രസ് തന്നെയാണ് സ്ട്രോങ് ആയിട്ടുള്ളത്. അന്ന് മുതലേ വേർഡ്പ്രസ്. അന്നൊക്കെ തീംസ് കസ്റ്റം ഡിസൈൻ ചെയ്യുന്നതൊക്കെ ഭയങ്കര, ഇപ്പൊ ഇന്നത്തെ പോലെ അത്രയും തീമുകളൊന്നും അന്നില്ല. അപ്പം ആ സമയത്ത് അഗൈൻ ഈ ബാക്ക് ടു എന്തുകൊണ്ടാണ് എങ്ങനെ ഞാൻ ആക്ച്വലി ഓൺടർപ്രണർഷിപ്പിലോട്ട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ, അഗൈൻ ഇതുപോലെ ഞാൻ ട്വിറ്റർ ബേർഡ് ഫ്രീ ആയിട്ട് കൊടുത്തു. ശരി. അത് കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഡിസൈൻ തീം മാറ്റുമല്ലോ. അപ്പോൾ ഒരു പ്രാവശ്യം മാറ്റിയ തീമിനെ ഞാൻ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തു. അതും കയറി ക്ലിക്കായി. ഇത് കഴിഞ്ഞപ്പോഴാണ് ഈ ഇതേപോലെ ഡിസൈൻ കസ്റ്റമായിട്ട് ഡിസൈൻ ചെയ്ത് തരുമോ, കസ്റ്റമൈസ് ചെയ്ത് തരുമോ എന്ന് വെച്ചിട്ട് ഉള്ള റിക്വയർമെന്റ്സ് വന്നു തുടങ്ങി. സോ
ബേസിക്കലി ഗിവിങ് എവേ സ്റ്റഫ് ഫോർ Lot of ഫ്രീ. things for free. അത് അതാണ് വാല്യൂ. അതെ അത് ചേഞ്ച് മൈ ലൈഫ് എന്ന് പറയാം. മനസ്സിലായി. അപ്പോൾ ഞാൻ പോലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ക്ലിക്ക് ആവുമെന്ന്. അല്ല ക്ലിക്ക് ആവും എന്നുള്ള മാത്രമല്ല, ഇതൊരു എൻ്റെ ഒരു ലൈഫ് എന്താണ് കരിയർ കരിയർ, പോസിബിലിറ്റി. അതെ ഒരു കരിയർ തന്നെ ഇങ്ങനെ കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഒട്ടും ഇമാജിൻ ചെയ്തില്ല. കാരണം പണ്ട് ഡിസൈൻ എന്ന് പറയുമ്പം ട്രഡീഷണൽ ആയിട്ടുള്ള ഡിസൈൻ കാര്യങ്ങളൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. പക്ഷേ ഇപ്പോൾ ആ സമയത്ത് ബ്ലോഗിങ് വന്നുകൊണ്ടും വേർഡ് പ്രസ് കമ്മ്യൂണിറ്റി ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആയതുകൊണ്ടും ഇങ്ങനെ ഒരു റിക്വയർമെന്റ് വന്നു. യു കൈൻഡ് ഓഫ് അക്കാര്യത്തിൽ റിഡ് ദാറ്റ് വേവ് എന്ന് വേണമെങ്കിൽ പറയാം. എക്സാക്ട്ലി അക്കാര്യത്തിൽ ഈ പറയുന്ന പോലെ വേർഡ് പ്രസിൻ്റെ ആ സമയത്തുള്ളൊരു എന്താ പറയുക, അതിൻ്റെ ഒരു ബൂം, പിന്നെ അവരുടെ ആ സമയത്ത് അവരുടെ പോളിസി ഫ്രീഡം ടു ക്രിയേറ്റ്, ഫ്രീഡം ടു ഡിസ്ട്രിബ്യൂട്ട് എന്നുള്ള ഒരു സംഗതി എന്നെയും ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായി. കാരണം അതുവരെ നമ്മൾ അത്രയും ക്ലോസ്ഡ് ആണ്. നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പുറത്തു പോകാൻ പാടില്ല എന്നൊക്കെയുള്ളൊരു ഇത് ഉണ്ടാക്കി ഫ്രീ ആയിട്ട് കൊടുക്കുവാണ്. ഉണ്ടാക്കി ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുക എന്ന് കിട്ടുന്നത്. ആ ഒരു സംഗതി അത് ദാറ്റ് ഹിറ്റ് മൈ, അത് ഭയങ്കരമായിട്ട് തന്നെ ഹിറ്റ് ചെയ്തു. അത് ആദ്യമായിട്ടൊരു സംഭവമായിരുന്നു. അതിനു മുമ്പ് എല്ലാം ഈ പറഞ്ഞ പോലെ നമ്മൾ ഉണ്ടാക്കും, പക്ഷേ പൈസ തന്നാൽ ഉണ്ടാക്കാം, ഫ്രീ തരത്തില്ല. പക്ഷെ അത് ഫ്രീ കൊടുക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ വാല്യൂ കിട്ടുക എന്നുള്ളത്. റീച്ച് അത്രയും കൂടുന്നുണ്ട്. അപ്പോൾ ശരിക്കും അത് ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്തു. അത് പിന്നെ ഈ ഡിസൈനിൽ നിന്ന് എപ്പോഴാണ് മാറിയത്? ഇപ്പം പ്ലഗിൻസും അങ്ങനത്തെ കാര്യങ്ങൾ അതല്ല ഇപ്പം ചെയ്യുന്നത്. ഇപ്പം എന്താ ചെയ്യുന്നതെന്ന് പറയാമോ? ഇപ്പം ചെയ്യുന്നത് ഞാൻ ബേസിക്കലി ഇപ്പോഴും ഡിസൈനറാണ്. പക്ഷേ എൻ്റെ ഇപ്പോൾ കമ്പനി ഓസം ഇന്നോവേഷൻസ് പ്രൈമറിലി ചെയ്യുന്നത് ഡെവലപ്മെൻ്റ് ആണ്, കോർ ഡെവലപ്മെൻ്റ് ആണ്. അത് വേർഡ് പ്രസിൻ്റെ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, കസ്റ്റം ഡെവലപ്മെൻറ്റ്, തീം ഡെവലപ്മെൻറ്റ്, പ്ലഗിൻ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അത് ജസ്റ്റ് ഇപ്പോൾ ഒരു ആമാണ് മാത്രമാണ്. അതിൻ്റെ കൂടെ അല്ലാതെ തന്നെ നമ്മൾ മൊബൈൽ ആപ്പ് ഡെവലപ്മെൻറ്റ്, പിന്നെ വെബ് ആപ്പ് ഡെവലപ്മെന്റ്, പലതരത്തിലുള്ള കസ്റ്റം CRM അതുപോലുള്ള സംഗതികൾ എല്ലാം ചെയ്യുന്നുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ്. ഇപ്പോൾ എത്രയുണ്ട് നമ്മുടെ ടീം ഓസം ഇന്നോവേഷൻസിന്റെ? ഇപ്പം നമ്മൾ 19 പേരാണ് ടോട്ടൽ. അന്ന് നമ്മൾ തുടങ്ങിയതാണ് അല്ലേ? 2000 എത്രയായിരുന്നു? അത് 9? അതെ 2010 ഒഫീഷ്യലി ഞാൻ ഈ പറയുന്ന പോലെ 2009 ഞാൻ തിരിച്ച് ബാംഗ്ലൂരിൽ തിരിച്ചെത്തി. 2010 ഫെബ്രുവരിയിലാണ് ഞാൻ ഒരു ഓഫീസ് സ്പേസ് എടുത്തിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. ശരി. എങ്ങനെയുണ്ടായിരുന്നു പിന്നെ ആ സമയത്തുള്ള ഒരു സ്ട്രഗിളൊക്കെ ഓർമ്മയുണ്ടോ? എങ്ങനെയാണ് ഫസ്റ്റ് ഗിഗ് കിട്ടിയത്? കാരണം ഈ ഫ്രീലാൻസേഴ്സ് എന്ന് പറയുമ്പം ഇപ്പോൾ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പം ഓഡെസ്ക് പോലത്തെയോ അല്ലെങ്കിൽ ഫൈവർ പോലത്തെയോ പ്ലാറ്റ്ഫോംസ് ഉള്ളതുകൊണ്ട് അന്ന് എനിക്ക് തോന്നുന്നു കൂടുതലും ഇൻഡിവിജ്വലായിട്ട് നമുക്ക് കിട്ടുന്ന ക്ലയൻസ് ഒക്കെ ആയിരുന്നു ഇങ്ങോട്ട് വരുന്നത് അല്ലേ? അതെ, ക്ലയൻസിന്റെ റെഫറൻസും അങ്ങനെയാണ്. അപ്പോൾ ഫസ്റ്റ് ഒരു മേജർ ബ്രേക്ക് ത്രൂ എന്ന് പറയുന്ന ഒരു ക്ലയൻറ്റ് ആ സമയത്ത് ഏതായിരുന്നു? ഓർമ്മയുണ്ടോ? മേജർ ബ്രേക്ക് ത്രൂ അല്ലെങ്കിൽ ഒരു വലിയ ക്ലയൻ്റ് എന്നോ അല്ലെങ്കിൽ പ്രൗഡായിട്ട് പറയാവുന്നതോ വലിയൊരു എമൗണ്ട് കിട്ടിയതെന്നോ ആണെങ്കിലും പറയാം. അതെ, അങ്ങനെ പറയുകയാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ പേര് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പേര് പറയണ്ട, പ്രൊജക്റ്റിനെ കുറിച്ച് പറഞ്ഞാലും മതി. അല്ല, സ്റ്റാർട്ടിങ് അങ്ങനെ കിട്ടിയത് ഒരു സിംഗപ്പൂർ ബേസ്ഡ് ഒരു ക്ലയൻ്റ് ആയിരുന്നു. അപ്പോൾ ശരിക്കും ഇപ്പം എനിക്ക് ആക്ച്വലി കമ്പനി അതിൻ്റെ പേര് ഓർമ്മ കിട്ടുന്നില്ല. ഒരു ബ്രാൻഡായിരുന്നു. അപ്പോൾ അവരുടെ ഒരു പ്രോജക്റ്റാണ് നമുക്കൊരു ബ്രേക്ക് ത്രൂ എന്നുള്ള ലെവലിൽ നമുക്ക് കിട്ടുന്നത്. കാരണം നമ്മൾ ആ സമയത്താണെങ്കിലും നമ്മൾ എൻ്റെ സൈഡിൽ ഞാൻ ഈ പറയുന്നല്ലോ, ഞാൻ ഡിസൈനിങ് ഫോക്കസ് ചെയ്തിരുന്നു. പിന്നെ ആ സമയത്ത് UI UX എന്ന് പറയുന്ന ടേം പോലും ഇല്ല. അപ്പോൾ ജസ്റ്റ് വെബ് ഡിസൈൻ എന്നുള്ളൊരു സംഗതിയേ ഉള്ളൂ. അപ്പോൾ ഒരു വെബ് ഡിസൈനറിന് റെസ്പോൺസീവ് പോലും ഇല്ല. ആ സമയത്ത് ഒരു വെബ് ഡിസൈനർ ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് സെർവറിലിട്ട് റണ്ണാക്കി കൊടുക്കുന്നത് വരെ ആ ഒരൊറ്റ ആളിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്നുള്ളൊരു വെബ് ഡിസൈനർ എന്നുള്ള റോള് തന്നെ അങ്ങനെയായിരുന്നു. ഞാൻ മുന്നേ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഡിസൈൻ ചെയ്യുക, അത് കൺവേർട്ട് ചെയ്യുക, നമ്മൾ തന്നെയാണ് മൊത്തം ചെയ്യേണ്ടത്. അത് ഒറ്റ ഒരാളിന്റെ ഇതായിരുന്നു. ഇപ്പൊ പക്ഷെ ഒത്തിരി ഇവോൾവ് ആയി അല്ലേ? ഇന്ന് ഡിസൈനേഴ്സിന്റെ ഒരു ഇപ്പോഴുള്ള ഒരു സെനാരിയോ എന്താണ്? ഇപ്പോൾ ഡിസൈനേഴ്സിന്റെ സെനാരിയോ എന്ന് പറയുന്നത് ഇപ്പം അതായത് UX ഒരു ടീമുണ്ട്, UI വേറെ ടീമാണ്, പിന്നെ ഫ്രണ്ട് എൻഡ് വേറെ ടീമാണ്, ബാക്ക് എൻഡ് വേറെ ടീമാണ്. സ്പെഷ്യലൈസേഷൻ വന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ സീൻ മാറുന്നതനുസരിച്ച് അതിന്റെ ഒരു റിക്വയർമെന്റ് ഇപ്പോഴും ഉണ്ട്. അത് വർക്കൗട്ടായി. പക്ഷെ ആ സമയത്ത് അത്രയും ഡിസൈനിലും അത്രയും ഫോക്കസ്ഡും അല്ലല്ലോ. ഇത്രയും ഒരു എന്താണ് സൈക്കോളജി വർക്ക് അങ്ങനെ ഒരു സംഗതി ഒന്നും അതിനകത്ത് കാണാൻ ഭംഗിയുള്ള അതെ ഉണ്ടാവണം എന്നുള്ള ഒരു സംഗതി നമ്മൾ ഈ പറയുമ്പോൾ നമ്മൾ ഇപ്പം ആലോചിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കറിയില്ല. അതെ
ഇപ്പോൾ ഞാൻ പറയട്ടെ, നമ്മുടെ ഹരീഷ് ശിവരാമകൃഷ്ണൻ അല്ലേ, ക്രെഡിൻ്റെ ഡിസൈനർ ആയിട്ടുള്ള, അപ്പോൾ പുള്ളിയുടെ ഒരു പോഡ്കാസ്റ്റിൽ പുള്ളി പറയുന്നുണ്ട്, ഈസ് വെരി ഒപ്പീനിയനേറ്റഡ്. പുള്ളി ചെയ്യുന്ന ഡിസൈൻസ് ഒന്നെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടും അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതിരിക്കും. അതിൻ്റെ മിഡ് വേ പോയിന്റ് ഇല്ല. നിയോമോർഫിസം എന്നാണെന്ന് തോന്നുന്നു അല്ലേ അതിന് പറയുന്നത്, ആ സ്റ്റൈലിന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഓരോ, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ഓൺ ദാറ്റ്? അങ്ങനത്തെ എന്താണ് അരവിന്ദിൻ്റെ ഒരു ലൈൻ ഡിസൈനിലുള്ളത്? ഡിസൈൻ അത് തന്നെയാണ്. ഓക്കെ, അത് എഗ്രി ചെയ്യുന്നുണ്ടോ? അങ്ങനെ ഉണ്ട്, അത് എഗ്രി ചെയ്യുന്നുണ്ട്. കാരണം അത് ഈ പറയുന്ന പോലെ ഈവൻ ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ മറ്റൊരാൾക്ക് വളരെ മോശം എന്ന രീതിയിൽ തന്നെ പറയും. അത് അങ്ങനെയാണ്. അതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഡിസൈൻ എന്ന് പറഞ്ഞൊരു ഡിസൈൻ ഇല്ല. എന്താണ് നമ്മളിപ്പോൾ ഒരു പുതിയ ക്ലയന്റിനെ കിട്ടുമ്പോൾ നമ്മുടെ എന്തൊക്കെയാണ് നമ്മുടെ പ്രയോറിറ്റീസ്? ഫോർ എക്സാമ്പിൾ, ഇപ്പം പുള്ളി പറയുന്നുണ്ട്, സംടൈംസ് ദ പ്രോഡക്റ്റ് ഹാസ് ടു വർക്ക്, പക്ഷേ സംടൈംസ് ഇറ്റ് മേ നോട്ട് വർക്ക്. പക്ഷേ ആ ഒരു എക്സ്പീരിയൻസ് ദാറ്റ് യു ഗിവ് ടു യുവർ യൂസർ, അതാണ് അവരുടെ പ്രയോറിറ്റി എന്ന് പുള്ളി പറയുന്നുണ്ട്. ടുവേർഡ്സ് ആ ഒരു ലൈനിൽ തന്നെ അരവിന്ദിൻ്റെ ഒരു ഡിസൈൻ ഫിലോസഫി എന്താണ്? അതായത് ഒരു ക്ലയന്റ് വന്നു, ഓക്കെ, അപ്പോൾ ഒരു ബിഗ് ക്ലയന്റ് ആണ്, അപ്പോൾ അവർ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്, ഇങ്ങനെയാണ് ഈ ഓഡിയൻസിനാണ് നമ്മൾ സെല് ചെയ്യേണ്ടതെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും അവരുമായിട്ട് വർക്ക് ചെയ്യുന്നത്? എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ചോദിക്കുന്നത്? ഏതൊരു ലൈനിലായിരിക്കും നമ്മൾ പോകുന്നത്? ഓക്കെ, ഇപ്പം റീസെൻ്റ് ആയിട്ട് ഉള്ള കുറച്ച് പ്രോജക്ട്സിൻ്റെ ഒരു എക്സ്പീരിയൻസ് എടുത്തു കഴിഞ്ഞാൽ, ഈവൻ ക്ലയന്റ് എന്ന് പറയുന്നത് 2 ടൈപ്പ് ക്ലയൻസ് ഉണ്ട്. ഒന്ന് അവരുടെ ഫുള്ളി ഒരു അസംഷൻസിൽ വരുന്ന ക്ലയൻസ്, അതായത് അവരുടെ ഒരു അസംഷനാണ് നമ്മുടെ വേൾഡ് ഈസ് അവർ മാർക്കറ്റ്, നമുക്ക് അങ്ങനെ ഒരു എല്ലാവർക്കും സെല് ചെയ്യണം. അപ്പോൾ നമുക്ക് റെഫറൻസ് എന്ന് പറയുന്നത് apple.com ആണ്. ഇങ്ങനെ ക്ലയൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ക്ലയൻസിനെ നമുക്ക് പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കണം. അപ്പോൾ അതിന് നമ്മുടെ ഇതായിട്ടുള്ള രീതിയിൽ നല്ലൊരു എഫോർട്ട് നമ്മളിട്ട് ശരിക്കും ഈ പുള്ളിയുടെ എന്താണ് മാർക്കറ്റ് എന്നുള്ളത് ഒരു നമ്മളായിട്ട് തന്നെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട്, മാത്രമല്ല ഇത് ഈ പറയുന്ന പോലെ അവരുടെ ഒരു തോട്ട് പ്രോസസ്സിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഈ മാർക്കറ്റിങ്ങിൻ്റെ ഒരു സൈഡ് ഒക്കെ വരുമ്പോഴും അവർ എഗെയിൻ ബ്ലോഗിങ് ചെയ്യണം അങ്ങനെ. അപ്പോൾ അതിൽ നിന്ന് എല്ലാം മാറി നമ്മളിപ്പോൾ ഒരു ഈവൻ ഇപ്പോൾ ശരിക്കും എന്താണ് അവർക്ക് എങ്ങനെ ബെനിഫിറ്റ് ആവും, അവരുടെ സർവീസ് അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ പ്രോഡക്റ്റ് അത് ഹിറ്റാവാൻ അല്ലെങ്കിൽ അതിനൊരു ഗ്രോത്ത് വരാൻ വേണ്ടിയിട്ട് ഏത് ടൈപ്പ് ആൾക്കാരാണ് ടാർഗറ്റ് ചെയ്യേണ്ടത് അതിനനുസരിച്ചുള്ള അതിനൊരു ഡിസൈൻ നമ്മൾ തന്നെ ഒരു സാധാരണ നമുക്ക് വരാറുള്ള ഇതേപോലെ ക്ലയന്റിന്റെ പേര് പറയണമെന്നില്ല, എന്തെങ്കിലും അബദ്ധങ്ങൾ ഇതേപോലെ വന്നിട്ടുണ്ടോ? ക്ലയൻസ് നമ്മൾ ചോദിച്ചു വന്നിട്ട് എനിക്കിപ്പം ആപ്പിളിന്റെ പോലത്തെ ഒരു വെബ്സൈറ്റ് വേണമെന്നോ അങ്ങനെയൊക്കെ ചോദിച്ചു വന്നിട്ടുണ്ടോ? അതോ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഒരു നിഷ് പറയുകയാണെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് മേ ബി ഒരു കൈൻഡ് ഓഫ് യൂണിവേഴ്സിറ്റി പോലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വരുമ്പോഴത്തേക്ക് അവർ റിക്വയർമെൻ്റ് ആയിട്ട് വരുന്നത് അവർക്ക് അവരുടെ സൈഡിലുള്ള അവർ ഓഫർ ചെയ്യുന്ന വൈഡ് റേഞ്ച് ഓഫ് കോഴ്സസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതിൻ്റെ കീവേഡ് അടിച്ചാലും ഒരു വെബ്സൈറ്റ് ആദ്യം വരണം. അതാണ് റിക്വയർമെന്റ്. ചെറിയൊരു റിക്വയർമെന്റ് ആണ്. അതെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇതൊക്കെ മീൻസ് എന്തൊക്കെ സൈറ്റിൽ കീവേഡ്സ് എന്തൊക്കെ ഇടാൻ പറ്റും അതൊക്കെ ഇടണം. അങ്ങനെ പറയാം, ഫുൾ ഫ്രീഡം ഉണ്ട്, എന്ത് വേണമെങ്കിലും ചെയ്തു. അതെ. അപ്പോൾ ഞാൻ പറഞ്ഞു ജസ്റ്റ് ഇതാണ് നിങ്ങളുടെ ഗോളെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ആക്ച്വലി ഇതാണ് നിങ്ങളുടെ ഇത് നിങ്ങളുടെ ഗോളല്ല. ഞാൻ പിന്നെ പറയാൻ പറഞ്ഞ് അതായത് മനസ്സിലാക്കുക. കാരണം ഇപ്പോൾ ഈ ഒരു എന്നിട്ട് ഈ പറയുന്ന പോലെ അവർ അനലൈസ് മീൻസ് ആക്ച്വലി ഈ പറയുന്ന സോ കോൾഡ് വേറെ ആരോ എക്സ്പെർട്ട് വന്ന് ഓഡിറ്റ് ചെയ്തിട്ട് റെക്കമെൻഡ് ചെയ്തതായിട്ട് കൂടെ കുറച്ച് കാര്യങ്ങൾ വന്നു. അതായത് നിങ്ങളുടെ വെബ്സൈറ്റിന് ഇപ്പോൾ ഡെയിലി സംതിങ് അറൗണ്ട് 4,000 വിസിറ്റ്സ് ഒക്കെ ഉള്ളൂ, നമുക്ക് അതൊക്കെ കൂടാം, മേ ബി ലൈക്ക് 10,000 20,000 എങ്കിലും വിസിറ്റ്സ് വരണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഐ സെഡ് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഈവൻ ഒരു ഷോപ്പ് തുറന്നു വെച്ചിട്ട് നാട്ടുകാരെല്ലാം വന്ന് കയറണം എന്ന് നമ്മൾ പറഞ്ഞ് കറക്റ്റ് കാര്യമില്ല. എല്ലാവരും കയറി ഇറങ്ങി പോയി കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെൻസ് കൂടത്തേ ഉള്ളൂ, അത് ബെനിഫിറ്റ് അല്ല. അപ്പം അങ്ങനെ ഒരു ട്രാഫിക്കിന്റെ ആവശ്യമില്ല. കറക്റ്റ്. സോ നമുക്ക് ഈ ഇതിൽ സൈറ്റിൽ ആരാണോ വരേണ്ടത് അവർ മാത്രം വന്നാൽ മതി. നമുക്ക് ആ ട്രാഫിക്ക് അത് ഫിൽട്ടർ ചെയ്ത് കിട്ടിയാൽ മതി. നമുക്ക് അവരുടെ ട്രാഫിക് അവരുടെ ആക്ച്വലി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതിനനുസരിച്ച് അവരുടെ കോളേജിൻ്റെ റിസോഴ്സ് മറ്റേ കോഴ്സിൻ്റെയോ ഒക്കെ സെർച്ച് ചെയ്യുന്നവർക്ക് അവരുടെ കോളേജും എല്ലാം കിട്ടുന്നുണ്ട്. പക്ഷേ അവർ ഇങ്ങനെ ഒരു റിക്വയർമെൻ്റ് ആയിട്ട് വന്നത്
മനസ്സിലായി ഇങ്ങനെയൊക്കെയാണ്. മനസ്സിലായി അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ളത്. ക്ലയൻസ് ആർ ഓൾവേസ് റൈറ്റ് അല്ലേ, കസ്റ്റമേഴ്സ്. അതെ, അപ്പോൾ ബേസിക്കലി ഇതേപോലുള്ള അനാലജിക്ക് വെച്ചിട്ടാണ് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചത്. ശരി 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 ശരി. അപ്പോൾ ഓക്കെ, വേറൊരു കാര്യം ചോദിക്കട്ടെ. നമ്മളിപ്പം തുടങ്ങിയെന്ന് പറഞ്ഞു, കുറച്ച് കൂട്ടുകാരായിട്ടാണ് തുടങ്ങിയത് 2010 അല്ലേ? തുടങ്ങി വന്നപ്പോഴേ ഈ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു പുതിയ കമ്പനി തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ഫെയിലിയേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ചാലഞ്ചസോ ഒക്കെ ഉണ്ടായിരുന്നോ ആ സമയത്ത്? അതോ ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി നമുക്കൊരു ഒരാഴ്ച കൊണ്ടൊക്കെ വക്കീൽ സെർച്ച് പോലത്തെ പ്ലാറ്റ്ഫോംസ് കൊണ്ട് ഉണ്ടാക്കാം. അന്ന് എന്തായിരുന്നു സീന്? അന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഒരു പാർട്ണർഷിപ്പ് ഡീഡ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ശരി. പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ടൊക്കെ മാറുന്നത് കുറേ നാളുകൾക്ക് കഴിഞ്ഞിട്ടാണ്. ശരി. അപ്പോൾ അതുകൊണ്ട് അപ്പോഴത്തെ ഈ മീൻസ് രജിസ്റ്റർ ആ ഒരു സൈഡിൽ നമുക്ക് അത്രയും സഫറിങ് എന്ന് പറയാൻ പറ്റില്ല. എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്തിട്ടുള്ളൂ. എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് ചെയ്യാൻ നിന്നില്ല. ഇപ്പോഴാണെന്നുണ്ടെങ്കിലും ഒരു അഡ്വൈസ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതേ പറയുള്ളൂ. മനസ്സിലായി. ഒരു സിംഗിളായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുമെങ്കിൽ സ്റ്റാർട്ട് ഫ്രം പ്രൊപ്രൈറ്റർഷിപ്പ് അങ്ങനെ തുടങ്ങി ചെയ്താൽ മതി. എല്ലാം ആദ്യമേ ചെയ്ത് ഒരു ഇത് ചെയ്യണ്ടെന്നുള്ളൊരു സമയം. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഇത് ടെക്നിക്കൽ ഹാസിൽസ് വലുതായിട്ട് പറയാൻ പറ്റില്ല. ഓക്കെ ഓക്കെ. പിന്നെ പേഴ്സണലി ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഈ റിസോഴ്സസിൻ്റെ കേസിലാണ്. നമ്മൾ ആദ്യം ആദ്യം വന്ന റിസോഴ്സസ് കൊണ്ട് എനിക്ക് ഒരു രീതിയിൽ മീൻസ് വർക്ക് നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ഒന്നും കൊടുക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട്. ആദ്യം വന്ന കുറച്ച് പേരുമായിട്ടൊക്കെ ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു, ചലഞ്ച് ഉണ്ടായിരുന്നു. ഓക്കെ. അതെന്താണ് അവർക്ക് വേണ്ടുന്ന അത്രയും വർക്ക് ഉണ്ടായിരുന്നില്ല എന്നാണോ? അതോ അല്ല, വർക്ക് വരുന്നുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ വിചാരിക്കുന്ന ക്വാളിറ്റിയിൽ വർക്ക് കൊടുക്കാൻ പറ്റാത്തതിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഇപ്പം എൻ്റെതായിട്ടുള്ള എക്സ്പീരിയൻസിൻ്റെ പ്രശ്നമുണ്ട്. ഞാൻ ഡെവലപ്പർ അല്ല, ഞാൻ ഡിസൈനറാണ്. അപ്പം ഞാൻ അത് അങ്ങനെ ഒരു ഡെവലപ്പേഴ്സിനെ പെർസ്പെക്റ്റീവിൽ ഞാൻ ആ സമയത്ത് കാര്യങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ചലഞ്ചസ്, ക്വാളിറ്റി ഇഷ്യൂസ് നല്ലവണ്ണം ആദ്യം സ്റ്റാർട്ടിങ് നല്ലവണ്ണം ഫേസ് ചെയ്തു. അപ്പോൾ അത് കാരണം കുറച്ച് പ്രോജക്ട്സിൻ്റെ ഒക്കെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വന്നു. പക്ഷേ ഓസം ഇന്നോവേഷൻസിന് ബെസ്റ്റ് പ്ലേസ് ടു വർക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ടല്ലേ? സർട്ടിഫിക്കേഷൻ. അതെന്താണ് സംഭവം? അതിന്റെ ഈ തുടങ്ങിയതോടുന്ന് ഇത് എപ്പോഴാണ് കിട്ടിയത്, ഈ സർട്ടിഫിക്കേഷൻ കിട്ടിയത്? ഇത് സർട്ടിഫിക്കേഷൻ 2023. എന്താണ് അതിന്റെ ഒരു സ്റ്റോറി, അതിന്റെ ഗുട്ടൻസ് എന്താണെന്ന് പറ. അതിപ്പം അത് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരെയും എങ്ങനെ ഹാപ്പി ആക്കി നിർത്താം. അതെ. അപ്പോൾ ഞാൻ കമ്പനിയായിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എൻ്റെ ഒരു ഉള്ളിലുള്ളൊരു ബേസിക്കലി ഒരു തോട്ട്, ഇതിലുള്ള ഒരു വിഷൻ മിഷൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ എല്ലാ ഇത് വിഷൻ മിഷൻ എല്ലാത്തിനകത്തും നമ്മുടെ ഒരു മെയിൻ ഒരു കീവേഡ് എന്ന് പറയുന്ന ഒരു ഹാപ്പിനെസ്, പീസ് ഓഫ് മൈൻഡ് എന്നുള്ളൊരു സംഗതിയാണ്. അതെ അതെ അതെ. ശരി. അത് ഈ പറയുന്ന പോലെ നമ്മുടെ കൂടെ വരുന്നവർക്കും കൊടുക്കാൻ പറ്റണം, നമ്മുടെ ക്ലയൻ്റായിട്ട് വരുന്നവർക്കും ഉണ്ടായിരിക്കണം എന്നൊക്കെ ഉള്ള ഒരു വിഷനാണ്. അപ്പോൾ എപ്പോഴും ഈ പറയുന്ന പോലെ ഞാൻ ഓരോ ഇയറും നമ്മുടെ കൂടെയുള്ള ടീമിൽ എന്ത് ബെനിഫിറ്റ് ഓരോ വർഷം ആഡ് ചെയ്യാം എന്ന് ആലോചിച്ചിട്ട് ഓരോ വർഷവും ആനിവേഴ്സറിക്ക് എന്തെങ്കിലും ഒരു പുതിയ ബെനിഫിറ്റ്, അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാം ആദ്യമേ ചെയ്യാൻ നിന്നില്ല. ഒരു വർഷം പടിപടിയായിട്ട് ഓരോ വർഷമാണ് നമ്മൾ ഓരോ ഇതൊക്കെ ആഡ് ചെയ്ത് വന്നത്. ഇപ്പം എംപ്ലോയീസിന് ഇപ്പം മീൻസ് ആക്ച്വലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ഫെസിലിറ്റീസ് ബാക്കി ജനറലി ഒരു ഇപ്പം നമ്മുടെ 19 മെമ്പേഴ്സ് ആണ് ടീം. പക്ഷേ ഒരു MNCയിൽ കൊടുക്കുന്ന രീതിയിൽ കൊടുക്കാൻ പറ്റുന്ന എല്ലാം നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിലും ബാക്കി അത് എല്ലാ പെർക്സും എല്ലാ ബെനിഫിറ്റ്സും കൊടുക്കുന്നുണ്ട്. അത് ആനുവൽ അതെ, ഒരു ആനുവൽ വെക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പെയ്ഡ് വെക്കേഷൻ കൊടുക്കുന്നുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ എല്ലാ ഇയറിലും എല്ലാവരും കൂടെ ഒരുമിച്ച് ട്രാവൽ ചെയ്യും അല്ലേ? ഉണ്ട്. അത് നമ്മൾ ക്വാർട്ടർലി ട്രാവൽ ചെയ്യുന്നുണ്ട്. ക്വാർട്ടർലി ഓ അത് ശരി. അതെനിക്ക് തോന്നുന്നില്ല അത്ര അധികം കമ്പനീസ് ചെയ്യുമെന്നല്ലേ. എല്ലാവരും ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് ഇയർലി പോകുന്നവരാണ് കൂടുതൽ. ഇതൊരു റിമോട്ട് ഫസ്റ്റ് ആണ് ഇപ്പോൾ നമ്മുടെ കമ്പനി. നമ്മളിപ്പം തിരിച്ച് ഓഫീസ് ഓപ്പൺ ആയിട്ടില്ല. ഞങ്ങളുടെ ഓഫീസ് ട്രിവാൻഡ്രത്തുണ്ട്. ഞാനും ഇപ്പം ഞങ്ങൾ തിരുവനന്തപുരത്ത് അടുത്തുള്ളവരൊക്കെ മിക്കവാറും വീക്കിലി ചിലപ്പോൾ 2-3 ഡേയ്സ് ഒക്കെ ഓഫീസിൽ വന്നിരുന്ന് വർക്ക് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാവരും ഇത് കോവിഡിന് ശേഷം വന്ന ഒരു സംഭവം. കോവിഡിന് ശേഷം വന്നത്. അതിന് മുന്നേ ആണെങ്കിൽ നമ്മൾ ആക്ച്വലി ഇത് ഓഫീസിൽ തന്നെ വന്ന് വർക്ക് ചെയ്യണം എന്ന് നമ്മൾ ആരെയും നിർബന്ധിച്ചിട്ടില്ല മുന്നേയും. നമ്മുടെ 2008 മുതൽ ഒരു വർക്ക് ഫ്രം ഹോം ഒരു മോഡാണ്. അതെ. അപ്പോൾ ഫ്ലെക്സിബിലിറ്റി അപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ
പക്ഷേ ഈവൻ നമ്മൾ ആ ഫ്ലെക്സിബിലിറ്റി കൊടുക്കുമ്പോഴും പലരും അത് എടുക്കാൻ വില്ലിങ് അല്ലായിരുന്നു. മനസ്സിലായി. കാരണം വീട്ടിൽ ഇരിക്കുമ്പോഴത്തേക്ക് ബാക്കി ഈ പറയുന്ന പോലെ ഡിസ്ട്രാക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ പക്ഷെ എങ്ങനെയുണ്ട്, എല്ലാവർക്കും ഒന്ന് മനസ്സിലായി തോന്നുന്നു. ഇപ്പോൾ എല്ലാവരും മനസ്സിലായി. ഇപ്പോൾ എല്ലാവരും അങ്ങനെ ഇപ്പോൾ ഈവൻ കോവിഡിൻ്റെ ടൈമിൽ തന്നെ എല്ലാവരും സ്വന്തമായിട്ട് ഒരു വർക്ക് സ്പേസ് അപ്പോഴേ നമ്മൾ പറഞ്ഞായിരുന്നു, ഒരു വർക്ക് സ്പേസ് ഉണ്ടാക്കി മാറ്റി ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ഇരിക്കുക എന്നൊക്കെ ഉള്ള നമ്മൾ ആ ഒരു പതുക്കെ അതും പോളിസീസും ഗൈഡൻസ് ഒക്കെ കൊടുത്തു. എന്നാലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടോ ഈ പറഞ്ഞ പോലെ? പ്രൊഡക്ടിവിറ്റി താഴോട്ട് പോയിട്ടുണ്ടോ ബിക്കോസ് പീപ്പിൾ ആർ വർക്കിംഗ് ഫ്രം ഹോം? എന്താണ് എക്സ്പീരിയൻസ്? ഇല്ല. ആക്ച്വലി എക്സ്പീരിയൻസ് ഇറ്റ് വാസ് കോവിഡിൻ്റെ ടൈമിൽ ആക്ച്വലി നമ്മൾ റിയലൈസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ടിവിറ്റി ഒട്ടും ബാധിച്ചിട്ടില്ല. ഈവൻ ഓരോ ചില പ്രോജക്ട്സിൻ്റെയൊക്കെ കാര്യത്തിൽ വന്നപ്പോൾ ഈവൻ വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് കുറച്ചുകൂടെ ബെറ്ററായി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും നാള് ചെയ്ത് ശീലമുള്ളത് കൊണ്ട് കുറച്ചും കൂടെ ഒന്ന് ടൈറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റി തോന്നുന്നല്ലേ? കാരണം പെട്ടെന്നൊരു ദിവസം ചാടി ചെയ്താണെന്നുണ്ടെങ്കിൽ അങ്ങനെ വരത്തില്ല. അതെ, അങ്ങനെ മാറിയതുമില്ല. നമ്മൾ ഓൾറെഡി ആ സമയത്ത് തന്നെ പലരും അത് ട്രാവലിംഗ് ആയിട്ടുണ്ടായിരുന്നവർ അങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടായിരുന്നു, ടീമിലുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു ചലഞ്ച് ശരിക്കും ഇല്ല, വന്നിട്ടില്ല. വേറൊരു കാര്യം അരവിന്ദിനെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ വളരെ ലോ പ്രൊഫൈലാണ് അല്ലേ? പുറത്ത് അങ്ങനെ ഈ 2 കോടി ഉണ്ടാക്കുന്ന കമ്പനിയാണെന്നോ അല്ലെങ്കിൽ ഇതൊന്നും അങ്ങനെ പറയാറില്ല. ഞാൻ തന്നെ ഈ ട്വിറ്റർ ബേർഡ് കണ്ടുപിടിച്ചത് ആ സമയത്ത് ഇങ്ങനെ സ്മാഷിംഗ് മാഗസീനിൽ വന്ന സമയം. ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ? അധികം അങ്ങനെ സെൽഫായിട്ടെന്നുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ പുറത്ത് പറയാറില്ല. അതെന്താണോ, അതങ്ങനെ ബൈ പോളിസി അങ്ങനെയാണോ? ബൈ പോളിസി അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ഈ പറയുന്ന പോലെ അങ്ങനെയാണ് നോർമലി ഈ പറയുന്ന പോലെ പണ്ട് എനിക്ക് നല്ല ഷൈ ആയിട്ടുള്ള ഒരു പേഴ്സണായാണ്. ഇപ്പോഴെങ്കിലും ആണ് കുറച്ചെങ്കിലും ഒക്കെ ഒരു വന്ന് അതൊരു ലീഡർഷിപ്പ് റോളിൽ നിൽക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? അത് നല്ലൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. അതിൽ ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല, നല്ലൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഇരുന്നാലും നടക്കില്ല എന്നാണോ പറയുന്നത്? ഇൻട്രോവേർട്ട് ആയിട്ടിരുന്നാല് ലീഡർ ആവാൻ പറ്റില്ല, ബോസ് ആവാൻ പറ്റില്ല എന്ന് പറയുന്നില്ല. അത് ഈ പറയുന്ന പോലെ ഞാൻ തന്നെയാണ് ഒരു എക്സാമ്പിൾ എന്ന് പറയാം. അങ്ങനെ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. അല്ലാതിരുന്നാൽ കുറച്ചും കൂടി ബെറ്റർ ആണ്. അതെ, ഒരു നല്ല രീതിയിൽ ആൾക്കാരെ ആക്ച്വലി പറയുന്ന പോലെ കുറച്ചുകൂടെ ഒരു എക്സ്ട്രോവേർട്ട് കുറച്ച് മാനറിസംസ് നമ്മുടെ ലൈഫ് നമ്മുടെ ഒരു ഇതിൽ നമ്മളായിട്ട് തന്നെ വരുത്തണം. കുറച്ച് സംഗതികൾ ഒന്ന് പുഷ് ചെയ്യേണ്ടി വരും. കാരണം അത് ജനറലി നമ്മൾ ഈ പറയാൻ ഇൻട്രോവേർട്സ് എന്ന് പറഞ്ഞ് ഇരിക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ലെവലിൽ ഒരല്പം പുറകിലോട്ട് പോകും. അപ്പോൾ അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അതെ, അപ്പോൾ അത് പല കാര്യങ്ങളിലും കറക്റ്റായിട്ട് നമ്മൾ ആസ് ആൻ ഇൻട്രോവേർട്ട് നമ്മൾ വിചാരിക്കുന്നത് അവർ മനസ്സിലാക്കണം ഇതാണ് സംഭവം എന്ന്. നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. അതെ, നമുക്കത് പറയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് അങ്ങനെ അല്ല, മനസ്സിലാവില്ല എന്നുള്ള ഒരു സംഗതി തന്നെയാണ്. അപ്പൊ അക്കാര്യത്തിൽ നമ്മൾ ഇടപെട്ടേ പറ്റൂ. എന്നോട് തന്നെ ഇപ്പം ഇതേപോലെ നമ്മുടെ സർക്കിളിൽ ബാക്കി ഇതേപോലെ വേറെ സ്റ്റാർട്ടപ്പ് ലീഡേഴ്സ് ഉണ്ട്, കുറച്ച് ഇൻട്രോവേർട്സ് ഒക്കെ ആയിട്ടുള്ളവരുണ്ട്, എക്സ്ട്രോവേർട്സ് ആയിട്ടുള്ളവർ തന്നെ ഉണ്ട്. അവർ പല കാര്യങ്ങളും ഇതേപോലെ ഈ ടീമിനോട് ഇതിങ്ങനെ പറയും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് വന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയും ഇതേപോലത്തെ സംഭവം നമുക്ക് ഭയങ്കര ഡിസ്കംഫർട്ടായിരിക്കും, പക്ഷേ ഇതേപോലുള്ള സംഗതികൾ നമ്മൾ പുഷ് ചെയ്ത് നമ്മൾ പറഞ്ഞേ പറ്റും, അല്ലെങ്കിൽ പറ്റില്ല. അത് മീറ്റിംഗ് നമുക്ക് ഏറ്റവും പാടുള്ള കാര്യങ്ങളാണ് മീറ്റിംഗ്സ് ഒക്കെ. പക്ഷെ ചെറുതായിട്ടൊന്ന് മീറ്റിംഗ് വെക്കുമ്പോൾ നമ്മൾ മീറ്റിംഗ്സ് മാക്സിമം അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ചെയ്യുന്നത്. നമ്മൾ പണ്ടൊക്കെ നമ്മളതാണ്. പിന്നെ ആക്ച്വലി അതല്ല, കുറച്ച് പ്രൊഡക്ടിവിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും ആ ഒരു മൊത്തത്തിലൊരു വൈബ്, ഒരു വർക്ക് അറ്റ്മോസ്ഫിയർ, ഒരു വൈബ് നിർത്താൻ വേണ്ടിയിട്ട് കുറച്ച് മീറ്റിംഗ്സും, ആവശ്യമില്ലാത്ത മീറ്റിംഗ്സ് അല്ല, അത്യാവശ്യം കുറച്ച് മീറ്റിംഗ്സും കാര്യങ്ങളും എല്ലാം ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻട്രോവേർട്ടിൽ നിന്ന് ഈ ഒരു 2 crore എങ്ങനെയാണ് അതിൻ്റെ ഒരു മിസ്മാച്ച് അവിടെ കാണുന്നുണ്ട്? അത് ഒത്തിരി സ്ട്രഗിൾസ് ഉണ്ടായിരിക്കണമല്ലോ അല്ലേ അങ്ങനെ ചെയ്യുമ്പോഴേ? എന്താണ് ഇതിൻ്റെ അകത്ത് നിങ്ങൾക്കുണ്ട ഏറ്റവും ഒരു ഏജൻസി നടത്തിക്കൊണ്ട് പോകുമ്പോൾ എന്ത് ടൈപ്പ് പ്രൊഡക്ട്സാണ് ഇപ്പോൾ കൂടുതലും സെല്ലാവുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെല്ലായിട്ടുള്ളത്? പണ്ട് തീംസും ഡിസൈൻസ് വെച്ചാണ് തുടങ്ങിയെന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ ഒരു കറണ്ട് സെനാരിയോയിൽ വാട്ട് സെൽസ് ആസ് എൻ ഏജൻസി പൈസ ഉണ്ടാക്കാനായിട്ട്? ഇപ്പം ഇതേപോലെ ആസ്പിറേഷണലായിട്ടുള്ള കുറേ ഏജൻസീസ് ഉണ്ടാകും ചിലപ്പോൾ ഇത് കാണുന്നത്. അപ്പോൾ അവർക്ക് ഇതേപോലെ നിങ്ങളെപ്പോലെ പൈസ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് പ്രൊഡക്ട്സാണ് ഇപ്പം മാർക്കറ്റിൽ ഡിമാൻഡിലുള്ളത്? പ്ലഗിൻസ് ആണോ അതോ വേറെ എന്തെങ്കിലും ആണോ, എങ്ങനെയാണ്? ഓക്കെ,
ഇഫ് യു ആസ്ക് മീ ഇപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ ചോദിക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ അഗെയിൻ ബിഫോർ കോവിഡ് ആഫ്റ്റർ കോവിഡ് എന്ന് പറയുന്ന പോലെ തന്നെയാണല്ലോ ടെക്നോളജിയിൽ നമ്മുടെ IT-യിൽ ബിഫോർ ചാറ്റ് GPT ആഫ്റ്റർ ചാറ്റ് GPT എന്ന് പറയുന്നത്. അപ്പോൾ കറൻ്റ്ലി ഈ പറയുന്ന പോലെ എല്ലാത്തിനകത്തും ഇപ്പോൾ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിലാണെങ്കിലും പുതിയ പ്രോഡക്ട്സിലാണെങ്കിലും AI ഇൻ്റഗ്രേഷൻ എന്നുള്ളൊരു സംഭവം അതൊരു മെയിൻ ചലഞ്ചായിട്ട് വരുന്നുണ്ട്. കാരണം യൂസേഴ്സിൻ്റെ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന ഒരു എന്താ അപ്രോച്ച് രീതി തന്നെ മാറിയിട്ടുണ്ട്. അവർ കംപ്ലീറ്റ്ലി ഡിസ്ട്രപ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കണ്ടന്റ് ബേസ്ഡ് ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടന്റ് വെബ്സൈറ്റ് അതിൻ്റെ ഒരു അതും കുറവാണ്, അതിൻ്റെ ഒരു അതെ കണ്ടന്റ് ബേസ്ഡ് വെബ്സൈറ്റോ മൊബൈൽ ആപ്പോ ഒക്കെ കയറി കഴിഞ്ഞാൽ ആൾക്കാർക്ക് കയറി ഇപ്പോൾ സെർച്ച് ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പം പണ്ടത്തെ പോലെ പണ്ട് നമ്മൾ കീവേഡ് എക്സ്പെർട്ട് ആവുക എന്നുള്ളതാണ്. ഇപ്പോൾ അതിനേക്കാളും കീവേഡ് എക്സ്പെർട്ട് അല്ല ആവേണ്ടത്, പ്രോംപ്റ്റ് എക്സ്പെർട്ട് ആണ്. എന്ത് ചോദിക്കണം, എങ്ങനെ ചോദിക്കണം എന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പോൾ ആൾക്കാർക്കാണെങ്കിൽ ഇപ്പം കംപ്ലീറ്റ്ലി ആ ഒരു സംഗതി മാറിയിട്ടുണ്ട്. ഇപ്പോൾ ചാറ്റ് GPT എല്ലാവർക്കും ഉപയോഗിക്കാൻ അറിയാം, പക്ഷേ അതിൽ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുന്നവർ ഇതേപോലെ പ്രോംപ്റ്റിങ് നന്നായിട്ട് അറിയാവുന്നവരാണ്. എങ്ങനെ അതിനെ കൊണ്ട് ബെസ്റ്റ് റിസൾട്ട്സ്, അതിനെ കൊണ്ടെന്ന് ഉദ്ദേശിച്ച് ചാറ്റ് GPT കൊണ്ട് ബെസ്റ്റ് റിസൾട്ട്സ് എങ്ങനെ നമുക്ക് കിട്ടിപ്പിക്കാം എന്നുള്ള ഒരു ട്രിക്ക് അറിയുന്നവരാണ് വിൻ ചെയ്യുന്നത് അല്ലേ. പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ആണെന്ന് തോന്നുന്നു അതിനിപ്പോൾ പറയുന്നത്. എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു നമ്മൾ പറയുകയാണെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഒരു വെബ് ഒരു ആപ്പ് ഇൻ്റർഫേസിൽ കയറുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് ഇപ്പം ഈ പറയുന്ന പോലെ പുതിയ ന്യൂ ജനറേഷൻ യൂസേഴ്സ്, അപ്പോൾ അവർ ഒരു പണ്ടത്തെ പോലെ നമ്മൾ ഒരു കാര്യം തപ്പിയെടുക്കുന്നതിന് പകരം they must means the app must understand basically even Instagram ഒക്കെ അതിന്റെ അൽഗോരിതം ഒക്കെ അറിയാലോ. നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം ഫീഡിൽ കാണിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ആ ഒരു ഇൻ്റഗ്രേഷൻ നമ്മൾ എല്ലാ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആപ്സിലാണെങ്കിലും ഇനി വരുന്നതിലാണെങ്കിലും ആ ഒരു തരത്തിൽ ഒരു അതെ മനസ്സിലായി എങ്ങനെ നമുക്കത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം, അങ്ങനെയുള്ള പ്രോഡക്ട്സിന് സക്സസ് കൂടാനുള്ള സാധ്യത. കാരണം അതല്ലാത്ത പ്രോഡക്ട്സിൽ നിന്ന് ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യാനുള്ള സാധ്യത അങ്ങനെ സാധ്യത മാത്രമല്ല പല സാധനങ്ങളും അങ്ങനെ ഒരു സംഗതി ട്രെൻഡ് വരുന്നുണ്ട്. ശരി. പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം യു ഹാവ് എ സർട്ടൻ സെറ്റ് ഓഫ് പ്ലഗിൻസ് അല്ലേ, അതാണ് നിങ്ങളുടെ മണി മേക്കിംഗ് എന്നുള്ള കറന്റ്ലി അത് തന്നെയാണ്. അപ്പോൾ അത് ഏതൊക്കെ കാറ്റഗറിയിലാണെന്ന് ഇഫ് യു ഡോണ്ട് മൈൻഡ് ക്യാൻ യു ഷെയർ? അപ്പോൾ നമ്മൾ വേർഡ്പ്രസ് പറയുന്ന പോലെ വേർഡ്പ്രസ്സിലാണ് സ്റ്റാർട്ട് ചെയ്തത്. വേർഡ്പ്രസ് ആദ്യം നമ്മൾ കസ്റ്റം ഇതിൽ ഡിസൈൻ തീംസ് ഒക്കെ ഡിസൈൻ ചെയ്തു, വെബ്സൈറ്റ്സ് ഒക്കെ ചെയ്തു. സോ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് വെൻ വി ഹിറ്റ് നമ്മൾ അഗെയിൻ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് വി സർട്ടൻലി ഹാവ് ടു യൂസ് പ്ലഗിൻസ്. അപ്പോൾ നമ്മൾ പല പ്ലഗിൻസും നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് പല പ്ലഗിൻസും ഇതിങ്ങനെ അല്ലല്ലോ വർക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സം ഗ്യാപ്സ് വി ഫെൽറ്റ്. ചില ഫീച്ചേഴ്സ് നമ്മൾ നോക്കുമ്പോൾ അതിനുള്ള ഒരു ക്വാളിറ്റി പ്ലഗിൻ കിട്ടുന്നില്ല. അങ്ങനെ കണ്ടപ്പോഴാണ് ലെറ്റ്സ് സ്റ്റാർട്ട് മേക്കിംഗ്. അതെ, നമുക്കൊരു പ്ലഗിൻ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് ആദ്യം ഒരു ഫീച്ചറിന് വേണ്ടിയിട്ട് ഒരു സിമ്പിൾ ഒരു ഫീച്ചർ ആയിരുന്നു ഒരു ഡോക്യുമെന്റ് എംബഡ് ചെയ്യാൻ വേണ്ടി. ഒരു ബേസിക്കലി ഒരു വെബ്സൈറ്റ് വന്നപ്പോഴത്തേക്ക് പുള്ളിക്ക് PDF ഡോക്യുമെന്റ്സ് എംബഡ് ചെയ്ത് സിമ്പിൾ പ്ലഗിൻ എംബഡ് ചെയ്യാൻ കാണിക്കണം ഒരു റിക്വയർമെന്റ് വന്നതാണ്. നമ്മൾ അപ്പോഴും നോക്കിയപ്പോഴത്തേക്ക് അങ്ങനെ ഉണ്ടായിരുന്നു, ഒരു പ്ലഗിൻ 1-2 പ്ലഗിൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇറ്റ് വാസ് നോട്ട് ദാറ്റ് ഗുഡ്. മീൻസ് ബേസിക്കലി ഒരു അത്രയും ഒരു അതെ UX ബേസ് നോക്കുമ്പോഴത്തേക്ക് യൂസർ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് വളരെ പൂറായിരുന്നു. അപ്പോൾ നിങ്ങൾ തന്നെ ചെയ്തോ? അപ്പോൾ അങ്ങനെ എന്നാൽ പിന്നെ നോക്കി ഇങ്ങനെ ഒരെണ്ണം ചെയ്ത് നോക്കാന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് ജസ്റ്റ് അത് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് വരും എന്നുള്ള വിചാരിച്ചിട്ടല്ല, വെറുതെ ചെയ്യാൻ പറ്റുമോ നോക്കി ചെയ്തിട്ടു. എന്നിട്ട് ഈ പറഞ്ഞ ഫ്രീ ആയിട്ട് ഇട്ടു. ശരി, അതാണ് നമ്മുടെ മെയിൻ അല്ലേ, ട്വിറ്റർ ബേർഡ് ഫ്രീ ആയിട്ട് കൊടുത്തു, ടീംസ് ഫ്രീ അത് ഇതേപോലെ ഫ്രീ ആയിട്ട് വെറുതെ ഇട്ടതാണ്. നമ്മൾ അതിൽ നിന്ന് വേറെ ഒന്നും എക്സ്പെക്റ്റും ചെയ്തില്ല. പക്ഷേ അതൊരു ഭയങ്കര സഡൻലി അത് അങ്ങ് പിക്കപ്പായി. 10,000 ആക്റ്റീവ് ഇൻസ്റ്റാൾസ് ഒക്കെ വിത്തിൻ എൻ ഇയർ. അവിടെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു, അതാണ് നമ്മൾ സോൾവ് ചെയ്തത് അല്ലേ. അപ്പോൾ അപ്പം മനസ്സിലായി അതിൽ ഉണ്ട്, സ്കോപ്പ് ഉണ്ട്. അപ്പോൾ അതിന് ഞങ്ങൾ ചെറിയതായിട്ടൊരു പ്രീമിയം ഒരു ആഡ് ഓൺ ഇട്ടു.
അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആദ്യം റവന്യൂ വന്നു തുടങ്ങി. ശരി. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് പ്രീമിയം പ്ലഗിൻസും ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് തുടങ്ങി. ചെറിയ കുറച്ച് പ്രീമിയം പ്ലഗിൻസ് ആയിരുന്നു, ചെറിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നു. അപ്പോൾ ലാസ്റ്റ് നമ്മളൊരു ഇതേപോലെ ഒരു പോയിന്റിൽ ഹിറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റിൽ ജോബ് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് അതും ഇതുപോലെ ജോബ് ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞ മീൻസ് ബേസിക്കലി ഒരു ജോബ് സൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്ലഗിൻ ഉണ്ട്. അതായത് ജോബ് ബോർഡ് എന്നൊക്കെ പറഞ്ഞു, ജോബ് ബോർഡ് കംപ്ലീറ്റ് ജോബ് ബോർഡ്. അതായത് നമുക്ക് ജോബ്സ് ലിസ്റ്റ് ചെയ്യാം, നമുക്ക് ജോബ് ലിസ്റ്റ് ചെയ്യാം, വേറെ കമ്പനീസിന് രജിസ്റ്റർ ചെയ്തിട്ട് അവർക്ക് ജോബ് ലിസ്റ്റ് ചെയ്യാം. ഒരു കോംപ്ലിക്കേറ്റഡ് ഇതാണ്. പക്ഷേ ഒരു സിമ്പിൾ ആയിട്ടുള്ള നമുക്ക് റിക്വയർമെന്റ് ഉണ്ടല്ലോ, വളരെ റിപ്പീറ്റേറ്റീവ് ആയിട്ട് വന്നുകൊണ്ടിരുന്ന റിക്വയർമെന്റ്. അതായത് നമ്മുടെ ഒരു കോർപ്പറേറ്റ് വെബ്സൈറ്റ് നമ്മൾ ചെയ്യാണ്, അവരുടെ ജോബ് ലിസ്റ്റ് ചെയ്യുക, അവരുടെ ആപ്ലിക്കേഷൻ എടുക്കുക എന്നൊക്കെ, അവർക്ക് ലോഗിൻ ചെയ്തിട്ട് ഈ ആപ്ലിക്കേഷൻസ് റിവ്യൂ ചെയ്യാൻ പറ്റുക. അങ്ങനെ ഒരു സംഖ്യ നോക്കിയപ്പോൾ അങ്ങനെ ഒരു പ്ലഗിനെ അവൈലബിൾ അല്ല. തേർഡ് പാർട്ടി പരിപാടികളാണ്, എല്ലാം മറ്റേ B2B എന്നുള്ള ലെവലിലുള്ള സംഗതിയായിരുന്നു. ശരി ശരി. അപ്പോൾ എന്നാൽ പിന്നെ അങ്ങനെ ഒരു സംഭവം ചെയ്ത് കളയാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു വെബ്സൈറ്റ്, അങ്ങനെ ഒരു പ്ലഗിൻ തുടങ്ങി. അതും ഇതേപോലെ റിപ്പീറ്റീവ് ആയിട്ട് ക്ലയൻസിന്റെ അടുത്ത് നിന്ന് റിക്വയർമെന്റ് വന്നുകൊണ്ടാണ്. അതെ. അങ്ങനെ ചെയ്തപ്പോൾ ഔട്ട് ഓഫ് നെസസിറ്റി ചെയ്ത് തന്നെയാണ്. ശരി, ഓക്കെ. അതൊരു ഗ്യാപ്പ് ഉണ്ട്, അതിനൊരു സ്കോപ്പ് ഉണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, അങ്ങനെ പിന്നെ ചെയ്തു. ശരി. അപ്പോൾ പിന്നെ അത് പ്രീമിയം ആയിട്ടാണോ ചെയ്തത് അതോ? അത് ബേസിക് വെർഷൻ ഫ്രീ കിട്ടു, എന്നിട്ട് ഒരു പ്രോ ഫീച്ചേഴ്സ് വേറെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം വേർഡ് പ്രസ് പ്ലഗിൻസിൻ്റെ കേസിൽ 2 ടൈപ്പ് ഉണ്ടല്ലോ. ഒന്ന് ഫ്രീ ആയിട്ടുള്ളത്, ഫ്രീമിയം എന്ന് പറയുന്നത് ഫ്രീ ആയിട്ടുള്ളതും, പിന്നെ അതിന് ശേഷം ഈ പറഞ്ഞ പോലെ അപ്ഗ്രേഡബിൾ ആയിട്ടുള്ളത്. നേരെ മറിച്ച് റൈറ്റ് അവേ പ്രീമിയം ആയിട്ടുള്ളതും പൈസ കൊടുത്താൽ മാത്രം ആക്സസ് കിട്ടുന്ന ടൈപ്പ്. ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് ഒരു മോണിറ്ററി അല്ലെങ്കിൽ ഒരു സക്സസ് റേഷ്യോ എന്ന് പറയുന്നത്? ഏതാണ് ബെറ്റർ അരവിന്ദൻ്റെ ഒരു അഭിപ്രായത്തിൽ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫ്രീമിയം ആണ് ബെറ്റർ. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് ഫ്രീ വെർഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു MVP കൂടെയാണ്. അതൊരു നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അതെ, അതൊരു ബേസിക്കലി ഫ്രീ ഇട്ടിട്ട് നമ്മളത് ആൾക്കാർക്ക് അത്രയും ഒരു അക്സെപ്റ്റൻസ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പിന്നെ പ്രോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ക്ലിക്ക് ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് പിന്നെ പ്രോയിലോട്ട് പോകേണ്ട കാര്യമില്ല. നമ്മളൊരു പ്രോ പ്ലഗിൻ നമ്മൾ ഡെവലപ്പ് നേരെ ഒരു, ഇപ്പം എൻ്റെ ഒരു പെർസ്പെക്റ്റീവാണ്, ഡെവലപ്പ് ചെയ്താൽ ഇതിന് ആളുണ്ടോ ഇല്ലെന്ന് നമുക്ക് ഗേജ് ചെയ്യാൻ പറ്റില്ല. അതെ, അത് പിന്നെ നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വീണ്ടും നമ്മൾ ഒത്തിരി സ്പെൻഡ് ചെയ്യണം, അത് ആൾക്കാരുടെ എത്തണം, അത് യൂസർ അക്വിസിഷൻ വരണം. ഇതിപ്പോൾ നമ്മളൊരു ഫ്രീയിൽ കൊടുക്കുമ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ സംഭവം ഫണ്ണിയാണ്. അതായത് ഒരു ഫ്രീ പ്ലഗിൻ ഇട്ടു, മണി അത് ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ മണിക്ക് നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു ക്രിട്ടിക്കൽ ഫീച്ചർ മണിക്ക് അതിനകത്തില്ല. അപ്പോൾ മണി അത് പറഞ്ഞിട്ട് പോവാണ്, ഈ ഫീച്ചർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ്. അപ്പം നമുക്കത് ക്ലിക്ക് ആവുകയാണ്, യെസ് ഈ ഫീച്ചർ ഒരാൾക്ക് ആവശ്യമുണ്ട്, നമ്മൾ പ്രോയിലിടും, പ്രീമിയത്തിലിടും. അപ്പം നെക്സ്റ്റ് ടൈം മണി അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരാൾ പ്രോയിലുണ്ട്, അങ്ങനെ പറയുമ്പോഴത്തേക്ക് അപ്പോൾ അത് നല്ലൊരു ഐഡിയ ആണ്. അപ്പോൾ നമ്മൾ അവരുടെ നിന്ന് പഠിക്കുവാണ് ശരിക്കും എന്താണ് പ്രൊഡക്റ്റ് ആവേണ്ടതെന്നുള്ളത്. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് അപ്രോച്ച് ചെയ്യേണ്ടതും ആ ഒരു ലെവലിലാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പം നമ്മുടെ ഇപ്പം മെയിൻലി നമ്മളെ മാർക്കറ്റിലുള്ള പ്രോഡക്ട്സ് എന്ന് പറയാൻ ഇപ്പോൾ നമ്മുടെ ഒരു 4 പ്ലഗിൻസ് ആണ് ഉള്ളത്. പക്ഷേ ടോട്ടലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ എത്ര പ്ലഗിൻസ് ചെയ്തിട്ടുണ്ട് ശരിക്കും ഇൻ ടോട്ടൽ? ഒരു ഏകദേശം നമ്പർ പറയുകയാണെങ്കിൽ ഫ്രീയും പ്രീമിയം ഒക്കെ ഉൾപ്പെടുത്തി. ഫ്രീയും പ്രീമിയം മാത്രമല്ല, ഞങ്ങൾ മറ്റേ കസ്റ്റമായിട്ട് വേറെ തേർഡ് പാർട്ടി ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അവർക്ക് കമ്പനീസിന് വേണ്ടിയിട്ട് ഏജൻസീസിന് വേണ്ടിയിട്ടൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ മൊത്തമായിട്ട് നോക്കുകയാണെങ്കിൽ എങ്ങനെയായാലും ഒരു 30+, 30-40 പ്ലഗിൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഈ നമ്മുടെ ഇന്റേണലി തന്നെ ചെയ്തിട്ട് ഫിനിഷ് ചെയ്യാത്തത്, അല്ലെങ്കിൽ നമ്മൾ മീൻസ് കംപ്ലീറ്റ്ലി ഡിസ്കാർഡ് ചെയ്ത് കളഞ്ഞത്, അങ്ങനെയൊക്കെ പ്ലഗിൻസ് അത് ഒരുപാട് മനസ്സിലായി. അതും ഇതുപോലെയാണ്, നമ്മൾ പല പ്രോഡക്റ്റും നമ്മൾ തന്നെ ചെയ്ത മിസ്റ്റേക്സ് ആണ്. ഡെവലപ്പ് ചെയ്ത് കുറേ വന്നപ്പോഴാണ് ഇതൊക്കെ ആവശ്യമുണ്ടോ എന്ന് മനസ്സിലാവുന്നത് ഒരു. അപ്പോഴാ പിന്നെ ജോബ് ഓപ്പണിങ്സിൽ ഇത് മറ്റേ പ്ലഗിൻ എന്നാണ്, ജോബ്സിന്റെ പ്ലഗിന്റെ പേര് WP ജോബ് ഓപ്പണിങ്സ് എന്നാണ്. അത് അതിന്റെ ആക്ച്വലി ഇപ്പോൾ ഒരു റീബ്രാൻഡിങ് ഒക്കെ ഡ്യൂ ആണ്. നമ്മൾ ആക്ച്വലി നെക്സ്റ്റ് ലെവലിലോട്ട് പോവാണ്, നെക്സ്റ്റ് ഇയറിൽ പോവുകയാണ്. അപ്പോൾ അത് കംപ്ലീറ്റ്ലി റീബ്രാൻഡ് ചെയ്ത് ഒരു വേറൊരു ഇതായിട്ട് വരും. ശരി. പക്ഷേ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, വേർഡ് പ്രസ് പ്ലഗിൻസിന് ഈ ഇടയ്ക്ക് ഒരു വലിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതായത് സം പ്ലഗിൻസ് വേർഡ് പ്രസ്സിൽ
ഇന്ന് അവരുടെ ഒരു എക്കോസിസ്റ്റത്തിൽ നിൽക്കുന്നില്ല, നിൽക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അതിന് പേരുകൾ എനിക്ക് ഓർമ്മയില്ല, 1-2 പ്ലഗിൻസ് അവിടെ നിന്ന് വിട്ടുപോയി, മാറ്റുമായിട്ട് എന്തോ പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ അവർ പറയുന്നത് മാറ്റ് വളരെ എന്താ പറയുക ഡെമോക്രാറ്റിക് ആയിട്ടുള്ളൊരു പ്രോസസ്സ് അല്ല, പുള്ളിക്ക് ഇഷ്ടമല്ലാത്തത് എടുത്ത് പുറത്ത് കളയും എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ? അതിൻ്റെ ഒരു ഉണ്ട് പ്രശ്നം. WP ഡ്രാമ ഇപ്പോൾ നല്ലവണ്ണം അത് നല്ലവണ്ണം നടക്കുന്നുണ്ട്. അതിപ്പോൾ ഈ പറയുന്ന പോലെ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്ത കുറച്ച് ഇഷ്യൂസ്. എന്താണ് അതിൻ്റെ ബേസിക് ഇഷ്യൂ? എന്താണ് ബേസിക് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ശരി, സംഭവം ഞാൻ മനസ്സിലാക്കിയത് പറയട്ടെ. അതായത് നമ്മൾ ഒരു സംഭവം അതിൽ റിപ്പോസിറ്ററിയിൽ കൊടുത്തു, പബ്ലിക്കായിട്ട് അക്സസിബിൾ ആയിട്ടുള്ളത്. അപ്പം അവർ പറയുന്ന ചില സ്റ്റാൻഡേർഡ്സും ഗൈഡ് ലൈൻസും ഉണ്ടെന്ന് തോന്നുന്നു. അത് നമ്മൾ ഒബേ ചെയ്യാണ്ടിരുന്നാൽ അവർക്ക് നമ്മളെടുത്ത് പുറത്ത് കളയാം എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ പേര് പറഞ്ഞ് അവർക്ക് ഇഷ്ടമല്ലാത്ത ആൾക്കാർ ചെയ്ത പ്ലഗിൻസ് എടുത്ത് കളയുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന അലിഗേഷൻ. ശരിയാണോ? അല്ല, അതിനേക്കാളും സീരിയസ് ആണ്. കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ വേർഡ്പ്രസ് പ്ലഗിൻസിന് റെപ്പോസിറ്ററിയിൽ ഇടാൻ വേണ്ടിയിട്ട് പല ഗൈഡ് ലൈൻസും സ്റ്റാൻഡേർഡ്സും ഒക്കെ പണ്ടേ ഉണ്ട്. അത് ഇറ്റ് വാസ് ഗുഡ്. കാരണം അതൊരു സ്പാമിങ്ങിലോട്ടോ ഒന്നും പോകാത്ത രീതിയിലും ഒരു മോശം അതേപോലെ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ട് ആ ഗൈഡ് ലൈൻസും കാര്യങ്ങളും ഒക്കെ നല്ലതായിരുന്നു. ഈവൻ കസ്റ്റമർ സപ്പോർട്ട് ചെയ്യുന്നതിന് പോലും കുറേ ഗൈഡ് ലൈൻസ് ഉണ്ട്. ശരി. അപ്പോൾ അതൊക്കെ എന്ന് പറയുമ്പോൾ ബേസിക്കലി ആസ് എ ടീം നമ്മുടെ ഇന്റേണൽ പ്രോസസ്സിനെ ബെറ്റർ ആക്കാനും നമ്മുടെ കോഡ് ക്വാളിറ്റിയെ ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങൾ എബോവ് ഓൾ ദാറ്റ്. അപ്പോൾ ഇപ്പോൾ ആക്ച്വലി ഈ പറയുന്ന പോലെ നമ്മുടെ ഫൗണ്ടർ മാറ്റും ഈ പറയുന്ന WP എഞ്ചിൻ എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. അപ്പോൾ അവരുമായിട്ട് ഉള്ള വേറെന്തോ പ്രശ്നത്തിൻ്റെ കേസിൽ അവരുടെ ഇത് ഇറപ്പോയിലെ അക്കൗണ്ട്സ് ബാൻ ചെയ്യാൻ അവർ ബാൻ ചെയ്തു. എന്നിട്ട് അവരുടെ കയ്യിലായിരുന്നു ഒരു ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പ്ലഗിൻ ഉണ്ട്, ACF എന്നൊക്കെ പറഞ്ഞിട്ട്, അഡ്വാൻസ്ഡ് കസ്റ്റം ഫീൽഡ്സ്. അത് വേർഡ്പ്രസിന്റെ തന്നെ ആക്ച്വലി വേർഡ്പ്രസിനെ തന്നെ മറ്റൊരു ലെവലിലോട്ട് കൊണ്ടുപോയ ഒരു പ്ലഗിനാണ് ഈ അഡ്വാൻസ്ഡ് കസ്റ്റം ഫീൽഡ് പ്ലഗിൻ എന്ന് പറയുന്നത്. അത് അത്രയും ആൾക്കാർ എനിക്ക് തോന്നുന്നു 10 million പ്ലസ് എന്തോ എന്തായാലും ഉള്ള. അപ്പോൾ വേറെ ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഈ വേർഡ് പ്രസ്സിന് ഇപ്പോൾ 33% ഓഫ് ദി ഇൻ്റർനെറ്റ് ഇസ് ഓൺ വേർഡ് പ്രസ് എന്നുള്ളൊരു സ്റ്റാറ്റ്സ് ഞാൻ കണ്ടിരുന്നു. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പം ഇത് വളരെ പുറകോട്ട് പോകുന്നുണ്ടോ ഒരു യൂസർ കമ്മ്യൂണിറ്റി? ഇപ്പോൾ ഈ ഹെഡ്ലെസ് CMS പോലത്തെ മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം വേർഡ് പ്രസ്സിലോട്ടുള്ള ഒരു, പിന്നെ അത് സ്ലഗ്ഗിഷ് ആണെന്നുള്ളൊരു ആർഗ്യുമെൻറ്റും ഉണ്ട്. അപ്പോൾ ഈ പുതിയ ജെൻസി ആൽഫ ഒക്കെ വന്നിട്ട് ഇവർ ഇങ്ങനത്തെ ഒരു CMS പ്രിഫർ ചെയ്യുന്നില്ല എന്നുള്ളൊരു ഇത് ഉണ്ടോ, ഫീൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ജനറലി തന്നെ ഇപ്പം ഓപ്പൺ സോഴ്സ് പ്രോഡക്ട്സിന് എല്ലാത്തിനും ആ ഒരു ചെറിയൊരു ചലഞ്ച് ഇപ്പോഴും ഉണ്ട്, ഓൾറെഡി ഉണ്ട്. കാരണം ദ ഗ്രോത്ത് വാസ് ലൈക്ക് ഇത് ഒരു ഈ പറയുന്ന പോലെ 2000s തൊട്ടിട്ട് ഒരു കാലത്തും ഗ്രോത്ത് ഒരു സ്റ്റാഗ്നൻ്റ് ആയിട്ടില്ല. ഇറ്റ് വാസ് ഗോയിങ് അപ്പ് ഉള്ളി. അപ്പോൾ ഈ ആഫ്റ്റർ കോവിഡ് അതിൽ ആ ഗ്രോത്തിൽ കുറവ് വന്നിട്ടുണ്ട്. സ്റ്റിൽ ഗ്രോയിങ് തന്നെയാണ്, പക്ഷെ ആ ഗ്രോത്തിൽ കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല അതുവരെയും ആൾക്കാർ ഒരു SaaS മോഡൽ CMSന് ഒട്ടും പ്രിഫറൻസ്, ഇതൊരു പണ്ട് വിക്സ് ഒന്നും ആരും ഉപയോഗിക്കില്ല എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നു. ഇപ്പോൾ SaaS മോഡൽ ഇതേപോലെ സർവീസസിന് കൂടുതൽ അക്സെപ്റ്റൻസ് വന്നിട്ടുണ്ട്. അതിൽ വൺ ഓഫ് ദ റീസൺ എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഈവൻ ഓപ്പൺ സോഴ്സ് ആണെന്നുണ്ടെങ്കിലും പ്രോഡക്ട്സ് നമുക്ക് ഇപ്പോൾ ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്ക് ഉപയോഗിക്കാൻ എന്തായാലും ഇപ്പോൾ പറ്റില്ല. ഒരുപാട് അസോസിയേറ്റഡ് സർവീസസ് നമുക്ക് പ്ലഗ് ഇൻ ചെയ്യുമ്പോഴാണ് നല്ലൊരു മീൻസ് പ്രോഡക്റ്റ് കിട്ടുന്നത്, അല്ല നല്ലൊരു പ്രോഡക്റ്റ് ആവുന്നത്. അപ്പോൾ ഇതേപോലുള്ള പ്ലഗിൻസ് അതേപോലെ വേറെ സർവീസസിൻ്റെയൊക്കെ കോസ്റ്റ് വെൻഡ് അപ്പ് ആഫ്റ്റർ കോവിഡ്. അപ്പോൾ മേ ബി ടോട്ടൽ ഒരു കോസ്റ്റ് കമ്പാരിസൺ ചെയ്യുമ്പോൾ ചില പ്രോജക്ട്സിന് ചിലപ്പോൾ ഈ SaaS ബേസ്ഡ് പ്രോജക്ട്സ് പോകുന്നതായിരിക്കും നല്ലത്, അവർക്ക് കൂടുതൽ ഫീസിബിൾ ആയിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ ഫുഡ് കൊമേഴ്സിലൊക്കെ ഉണ്ടായിരുന്ന ഒരുപാട് സ്റ്റോർസ് ഈവൻ മാറ്റി ഇത് പ്ലാറ്റ്ഫോംസിലോട്ട് ഷോപ്പിഫൈയിലോട്ടൊക്കെ പോകാൻ കാരണം അതൊരു മെയിൻ കാരണമാണ്. ഓക്കെ, നമ്മൾ വളരെ ടെക്നിക്കലായിപ്പോയി. കുറച്ചൊന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്തിട്ട് ഞാൻ ചോദിക്കാം. ഇപ്പം നമ്മൾ ഫ്രീലാൻസിങ്ങിൽ നിന്ന് തുടങ്ങി 2 CR വരെ എത്തി നിൽക്കുന്നു. എത്ര പേരാന്ന് പറഞ്ഞത്? 19 പേര്. ഒരു ടീമുണ്ട്, നിങ്ങൾ ഔട്ടിങ്സിന് പോകുന്നുണ്ട്, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. വാട്ട് ഈസ് സക്സസ്? വാട്ട് ഡസ് സക്സസ് മീൻ ടു യു പേഴ്സണലി? ഇസ് ഇറ്റ് അബൌട്ട് മേക്കിംഗ് മണി? ഇസ് ഇറ്റ് അബൌട്ട് കീപ്പിംഗ്
people close to you happy? What is it? അതന്നെ പീസ് ഓഫ് മൈൻഡ് ആൻഡ് പീസ് ഓഫ് ഹാപ്പിനെസ്. മൈൻഡ് ആണ് നമ്മുടെ അത് വിഷൻ. തന്നെയാണ് അത് തന്നെയാണ് വിഷൻ ഇപ്പോഴും അത് തന്നെയാണ്. ഓക്കെ ഓക്കെ. അത് തന്നെയാണ് സക്സസ്. ഇപ്പം ഈ പറയുന്ന പോലെ ഞാൻ മണി എന്നോട് ചോദിച്ചു, ഈ 2CR എന്നൊക്കെ നമ്മൾ ഓപ്പൺ ആയിട്ട് പറയാമോ, ആർ യു കംഫർട്ടബിൾ വിത്ത്? ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വാസ് ലൈക്ക്, അത് ഈസ് ഇറ്റ് ഈവൻ എ ബിഗ് മണി? അതൊരു ഇത്രയും നമ്മളൊരു 10 വർഷം പ്ലസ് ആയിട്ട് 10+ years ആയിട്ട് നമ്മളൊരു ടീം അല്ലെങ്കിൽ ഉണ്ട്, പുറകിലുണ്ട്, നമ്മൾ വർക്ക് ഉണ്ട്, എഫേർട്ട് ഉണ്ട്, വർക്ക് അത്രയും നല്ല ക്വാളിറ്റിയിൽ വർക്ക്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു വൺ ഓഫ് ദ മെയിൻ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് ഫോബ്സ് ആഫ്രിക്ക എന്ന് പറയുന്ന അവരുടെ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്ത് മീൻസ് ഒക്കെ ചെയ്ത് കംപ്ലീറ്റ്ലി ഡിസൈൻ ഡെവലപ്പ് ചെയ്ത് എല്ലാം ചെയ്തത് നമ്മൾ തന്നെയാണ്. ഫോബ്സ് ഉണ്ട്, CNBC ആഫ്രിക്ക, അവരുടെ വെബ്സൈറ്റൊക്കെ നമ്മളാണ് ചെയ്തുകൊടുക്കുന്നത്. പിന്നെ മൊബൈൽ ആപ്സ് പറയുകയാണെന്നുണ്ടെങ്കിലും UAE ഇത് സ്പോർട്സ് കാറ്റഗറിയിൽ വളരെ ടോപ്പ് ആയിട്ട് നിൽക്കുന്ന 2 ആപ്സ് നമ്മൾ മൊബൈൽ ആപ്സ് അല്ലേ? ഓ ശരി. നമ്മുടെ സൈഡിൽ നിന്നാണ്. വെബ്സൈറ്റ് ചെയ്യുന്നുണ്ടോ ഇപ്പം? വെബ്സൈറ്റ്സും ചെയ്യുന്നുണ്ടോ? വെബ്സൈറ്റ്സ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ കൂടുതലും നമ്മൾ കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള പ്രോജക്ട്സ് ആണ് നമ്മൾ കൂടുതൽ. മെയിൻലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം പറയാം, ഇതുവരെയും നമ്മൾ എനിക്ക് അത് ഈ പറയുന്ന പോലെയാണ്, ഷുഡ് ഇറ്റ് ബി എന്താണ് ബിഗ് ഡീൽ എന്നുള്ള മാത്രമല്ല, അതൊരു സംതിങ് ടു ബി പ്രൗഡ് ഓഫ് ഓർ അഷെയിംഡ് ഓഫ് എന്നുള്ളത് എനിക്കറിയില്ല. എന്താണ് ഇപ്പോഴും എനിക്കൊരു സെയിൽസോ മാർക്കറ്റിങ്ങോ ടീം ഇല്ല കമ്പനിയിൽ. അപ്പോൾ റെഫറൻസ് തന്നെയാണ് ഇതുവരെയും റൺ ആയിട്ടുള്ളത്. അപ്പോൾ അതൊരു ബിഗ് ഡീൽ തന്നെയാണ്, ഷെയിമല്ല. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല, ഇത് പലരും അത് എന്ന് പറയുമ്പോൾ യു ഷുഡ് ഡു ദാറ്റ് എന്നുള്ള ഒരു സംഗതിയാണ്. സെയിൽസ് ഒരു ടിപ്പിക്കൽ ഒരു ടീമാണ് അല്ലേ? സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഒരു ടീമാണ് പല സ്ഥലത്തും. അതെ. അപ്പൊ അത് ഇല്ല, ഇതുവരെയും ചെയ്തിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടന്റ് വിത്ത് വാട്ട് എവർ യു ആർ ഗെറ്റിംഗ് പീസ് ഓഫ് മൈൻഡ്. അതെ എന്നുള്ളതാണ്. പിന്നെ ഇതേപോലെ തന്നെയാണ് ക്ലയൻസ് എന്ന് പറയുമ്പോഴും അത് അഗെയിൻ അതും ഒരു റിലേഷൻഷിപ്പ് പോലെയാണ്. ഇത് നമുക്ക് എല്ലാ ക്ലയൻസും നമുക്ക് സ്യൂട്ടബിൾ ആയിരിക്കില്ല, എല്ലാ ക്ലയൻസിനും നമ്മൾ സ്യൂട്ടബിൾ ആയിരിക്കില്ല. അപ്പോൾ അത് നമ്മൾ റിയലൈസ് വരുന്നവര് അങ്ങനെ, അതെ, നമ്മൾ വരുന്നവർ നമുക്ക് എപ്പോഴും നമുക്ക് അത്രയും ഇത് നമ്മുടെ വർക്ക് കൾച്ചറുമായിട്ടും മനസ്സിലായി മാച്ച് ചെയ്ത് പോകുന്നവരായിരിക്കും. അല്ലാത്തവരോട് നമ്മൾ തന്നെ പറഞ്ഞിട്ട് വേണ്ടാന്ന് തന്നെ വെക്കുക, അങ്ങനെ ഒരു ബോൾഡായിട്ട് പറയുക. ഒരു ഫിൽട്ടർ സിസ്റ്റം ഉണ്ട്. പീസ് ഓഫ് മൈൻഡ് വിട്ടിട്ടുള്ള പരിപാടി ഇല്ല, ആ ഒരു പരിപാടിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് മീൻസ് ഇത്രയും വർഷത്തെ ഒരു ഇതായിട്ട് ഈ പറയുന്ന പോലെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഞാൻ ഹമ്പിളായതാണ്. 2.5+ ഉണ്ട്. അത് ശരി. ഓക്കെ. അല്ല, ഞാൻ എൻ്റെ അതൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്നറിയോ, പലരും പറയും ഇതുപോലെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് വേണം, പക്ഷേ ഞാനെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ പ്രൊഡക്റ്റ് ഹിറ്റാണോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാവാനായിട്ട് ഒരു മെട്രിക് നമ്മൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ മെട്രിക് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ NPS സ്കോർ എന്ന് പറയും, നെറ്റ് പ്രൊമോട്ടർ സ്കോർ എന്ന് പറയുന്നത്. അത് ബേസിക്കലി വേറൊന്നുമല്ല, നമ്മുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ക്ലയൻസ് നമ്മളെ മറ്റുള്ള ആൾക്ക് റെഫർ ചെയ്യുകയോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്ക് ഹിറ്റാണ്, അത് നമ്മൾ റെഫർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വേറെ നോക്കണ്ട, ബാക്കി എല്ലാം ഫോൾസ് ഇൻ ടു പ്ലേസ്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഷെയിമല്ല, അത് ഐ തിങ്ക് ഇറ്റ്സ് എ ബിഗ് ഡീൽ. കാരണം പലരും സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിൽ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരെ ഹയർ ചെയ്തിട്ട് എന്നിട്ട് പോലും ക്ലയൻസിനെ കിട്ടാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെ ഇല്ലാതെ നമുക്ക് ഇങ്ങോട്ട് വരുന്നവരെ മാത്രം സെർവ് ചെയ്തുകൊണ്ട് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ ബിഗ് ഡീൽ. ബാക്ക് ദ ക്വസ്റ്റ്യൻ, വെബ്സൈറ്റ് ഇപ്പോഴും ചെയ്യുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ലോങ് ടൈം പാർട്ട്നേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്കും നമ്മളെ അറിയാം, നമുക്ക് തരേണ്ട പ്രോജക്ട്സ് എന്താണെന്നുള്ളത് അവർക്കറിയാം. സോ ഈ ഡിസൈൻ കൂടുതലും ഇതേപോലെ ഡിസൈൻ പാർട്ട്നേഴ്സാണ്, അല്ലെങ്കിൽ പുറത്ത് ഇതേപോലെ കൺസൾട്ട് ചെയ്യുന്നവരാണ്. മോസ്റ്റ്ലി ദേ ഗീവ് ഓൺലി ലൈക്ക് ചലഞ്ചിങ് പ്രോജക്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റിയതാണെന്ന് അവർക്കും അറിയാം. അതെ. അപ്പോൾ അത് വാട്ട് എവർ
അത് ഈ പറഞ്ഞ പോലെ CNBSC ഉണ്ട്, ഫോബ്സ് ഉണ്ട് അല്ലേ? ദാറ്റ്സ് എ ബിഗ് ഡീൽ ആക്ച്വലി. ഇപ്പം US ചെയ്യാൻ പറ്റട്ടെ, അല്ലെങ്കിൽ വേൾഡ് വൈഡ് ചെയ്യാൻ പറ്റട്ടെ, ആഫ്രിക്കയിൽ നിന്ന് തുടങ്ങി അല്ലേ? നൈസ്. ഇപ്പോൾ ഉള്ള ടെക് ഇൻഡസ്ട്രിയിൽ ഉള്ള, അല്ലെങ്കിൽ ടെക് ഇൻഡസ്ട്രി എന്ന് പറയേണ്ട, നമ്മുടെ ഡിസൈനോ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ആ ഒരു ഏരിയയിലുള്ള ട്രെൻഡ്സ് എന്തൊക്കെയാണ്? AI-ൻ്റെ നേരത്തെ പറഞ്ഞു അത് ഒരു വരുന്നുണ്ട് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അതല്ലാതെ ഇപ്പോൾ ഡിസൈൻ സ്പെസിഫിക് ആയിട്ട് വരുന്ന എന്തെങ്കിലും പർട്ടിക്കുലർ സ്റ്റൈൽസോ? കാരണം ഇപ്പോൾ നമ്മൾ തീംസൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുതുതായിട്ട് വരുന്ന തീംസ് വേർഡ്പ്രസിൻ്റെ ആണെങ്കിലും ശരി, മറ്റ് CMSൻ്റെ ആണെങ്കിലും ശരി, ചില പുതിയ പുതിയ ട്രെൻഡ്സുകളൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതിലെന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ അരവിന്ദിൻ്റെ നോട്ടീസിൽ വന്നിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഇപ്പോൾ ഉള്ളൊരു നമ്മളെ മിനിമലിസത്തിലോട്ട് തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. അത് സ്റ്റിൽ ഇത് വർക്കിംഗ് ഗുഡ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിസൈൻ ട്രെൻഡ് എന്ന് പറയുമ്പോഴും ഫാഷൻ ട്രെൻഡ് പോലെ തന്നെയാണ് സംഭവം, പോകുന്നതൊക്കെ തിരിച്ചു വരും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പലയിടത്തും ഈ പറയുന്ന പോലെ കുറച്ച് ഇടയ്ക്ക് ഈ 3D എഫക്റ്റ് അങ്ങനെയുള്ള സംഗതികളൊക്കെ വന്നു പോകും. അപ്പോൾ ഇപ്പോൾ ഈ റീസെൻ്റ്ലി കുറച്ച് പുതിയ പ്രോജക്ട്സിലൊക്കെ അതുപോലെ കുറച്ച് ഡിസൈൻ ഹെവി ആയിട്ടുള്ള സംഗതികൾ മാത്രമല്ല, ഇപ്പോഴും കുറച്ചുകൂടെ ഇതേപോലെ ബ്രൗസറും ഒക്കെ കുറേ കൂടെ 3D മീൻസ് ഗ്രാഫിക്സ് ഒക്കെ എടുക്കാനും നമ്മൾ എല്ലാവർക്കും സിസ്റ്റംസ് ആണെങ്കിലും അത്രയും കേപ്പബിൾ ആണല്ലോ. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്ത് ഈവൻ സാധാരണ ഞാൻ റീസെൻ്റ്ലി ഞാൻ നോട്ടീസ് ചെയ്തതെന്ന് വെച്ചാൽ സാധാരണ ഒരു ഇറ്റ്സ് എ പ്രോജക്ട് മാനേജ്മെൻറ്റ് ആപ്പാണ്, ടൂളാണ്. പക്ഷെ അതിന്റെ വെബ്സൈറ്റിൽ കയറിയപ്പോൾ അതിനകത്ത് ഇങ്ങനെ കുറെ ഇടിയും മിന്നലും എഫക്ട്സും കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു സംഭവം ഇതുപോലുള്ള ആവശ്യമില്ലാത്ത സ്ഥലത്ത് പോലും അവർ എംബ്രേസ് ചെയ്യുന്നുണ്ട്. ബട്ട് അതൊരു ചിലപ്പോൾ മീൻസ് അവർക്ക് വർക്ക്ഔട്ട് ആവും. അതെ അതെ, മനസ്സിലായി. ഇപ്പോൾ ഈ ഒരു ലൈനിൽ കരിയർ പെർസ്യൂ ചെയ്യുന്ന ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു ഏജൻസി, ഈ ഒരു ലെവലിൽ ഇപ്പോൾ ഡിസൈൻ ഏജൻസി ആയിട്ടോ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ഏജൻസി ആയിട്ടോ ഇപ്പോൾ തുടങ്ങിയ ഇഷ്ടംപോലെ ഏജൻസികൾ നമുക്ക് കാണാമല്ലോ ചുറ്റിനും, ഇവിടെ കേരളത്തിൽ തന്നെയുള്ളത്. അവരോടുള്ള ഒരു അഡ്വൈസ് എന്തായിരിക്കും? ഏത് ലൈനിൽ, ഏത് ഡയറക്ഷനിൽ പോകണമെന്നായിരിക്കും അരവിന്ദ് പറയാം, ഫ്രം യുവർ എക്സ്പീരിയൻസ്? ഈ പറയുന്ന ശരിക്കും അങ്ങനെ ഒരു അഡ്വൈസ് കൊടുക്കാൻ ശരിക്കും ഉള്ള ഒരു പറ്റില്ല എന്നാണോ പറയുന്നത്? അല്ല അങ്ങനെ ഓണസ്റ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഒരാൾ പറയുകയാണ് ഞാനിന്ന് ഒരു ഏജൻസി തുടങ്ങുവാണ്, അപ്പോൾ അരവിന്ദിന് മനസ്സിലായി ഇയാൾ ഹീസ് ഗോയിങ് ഇൻ ടു എന്താ ഒരു ബാഡ് ഡയറക്ഷൻ എന്ന് മനസ്സിലായി, റോങ് എക്സ്പെക്റ്റേഷൻസ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ എങ്ങനെ അവർക്ക് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ കൊടുക്കും? ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എനിക്കും ആക്ച്വലി ഞാൻ എവിടെയോ ഒരു കോട്ട് കണ്ട് ഇൻസ്പയർ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഡു യുവർ ഇപ്പം ആക്ച്വലി പുതിയ ആൾക്കാരുടെ അടുത്ത് ഞാനും ഇപ്പം പലരും പുതിയ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവരോട് ചോദിക്കുമ്പോഴത്തേക്ക് സർവീസസിൽ പ്രത്യേക സർവീസിൽ നിൽക്കുമ്പോൾ അത് ഞാൻ അവരോട് ഷെയർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ഡു യുവർ ഫസ്റ്റ് $5 പ്രോജക്റ്റ് ലൈക്ക് ഇറ്റ്സ് എ $500 പ്രോജക്റ്റ്. ദെൻ സോ അതായത് ഒരു ബേസിക്കലി എന്ത് ചെയ്യുമ്പോഴും അതിന്റെ നല്ല ഫുൾ ഓൺ നമ്മുടെ കപ്പാസിറ്റിക്ക് കപ്പാസിറ്റി ചെയ്യുക. അത് മാത്രമല്ല ഈ പറയുന്ന പോലെ അതൊരു $5 പ്രോജക്റ്റിനെ നമ്മൾ $3 ചെയ്യാതെ അതൊരു $500 പ്രോജക്റ്റ് എന്ന പോലെ ചെയ്യുക. ദെൻ യുവർ നെക്സ്റ്റ് പ്രോജക്റ്റ് വിൽ ബി $500 പ്രോജക്റ്റ്. മനസ്സിലായി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ വാല്യൂ കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ. ആ വാല്യൂ കൊടുക്കുമ്പോൾ നെക്സ്റ്റ് പ്രോജക്റ്റ് വിൽ ബി $500 പ്രോജക്റ്റ്. ഡു ദാറ്റ് ആസ് യുവർ $5,000 പ്രോജക്റ്റ്. അപ്പോൾ നമ്മൾ അപ്ഗ്രേഡ് നമ്മളെപ്പോഴും വാല്യൂ കൊടുത്തുകൊണ്ടിരിക്കുക. അത് ഫ്രീ ബീസ് കൊടുക്കുന്നത് പണ്ട് കൊടുത്ത പോലെ ആയാലും ശരി, ക്ലയന്റ് ആണെങ്കിലും ശരി അല്ലേ, വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ മണി വിൽ ഫോളോ എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് അതിലല്ലേ? വെരി നൈസ്. വാട്ട് അബൌട്ട് ദ ഫ്യൂച്ചർ ഓഫ് വെബ് ഡെവലപ്മെൻറ്റ് ആസ് യു സി? ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഞാനിന്ന് ഒരു rollout.site എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് കണ്ടു, വേർ യു ക്യാൻ ജസ്റ്റ് ഗിവ് എ പ്രോംപ്റ്റ്. എന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു എൻറ്റയർ സൈറ്റ് വിതിൻ 5 minutes നമുക്ക് റെൻഡർ ആയിട്ട് വരും, വിത്ത് കോഡ്സ്, ഫയൽസ്, എവറിത്തിങ്. അപ്പോൾ ഇങ്ങനത്തെ ടെക്നോളജീസൊക്കെ ഉള്ള സമയത്ത് എന്താണ് വെബ് ഡെവലപ്മെൻറ്റിൻ്റെ ഫ്യൂച്ചറിലോട്ടുള്ള ഒരു ഇത് കാണുന്നത്? കസ്റ്റം വെബ് ഡെവലപ്മെൻറ്റ് എന്നുള്ളത് ഇപ്പോൾ നമ്മൾ വെബ്സൈറ്റ്സ് എന്ന് നമ്മൾ പറയുന്ന ഇതുണ്ടല്ലോ, ബ്രോഷർ സൈറ്റ്സ് പോലെ പറയുന്ന സൈറ്റ്സ് ഉണ്ട്. അതിന് ഈ പറയുന്ന പോലെ നമ്മൾ ലോ ബഡ്ജറ്റ് നമുക്കിനി കൂടുതൽ വെബ്സൈറ്റ്സ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഈ ഫോക്കസ് കമ്പനികൾ ലോ ബഡ്ജറ്റിലുള്ള പ്രോജക്ട്സിലുള്ള അങ്ങനെയുള്ള അതിലുള്ള ഫോക്കസ് വിട്ടുപിടിക്കാൻ ഉള്ള സമയം
ആയി. ശരി, ഓക്കെ. അപ്പോൾ ബ്രോഷർ സൈറ്റ്സ് പോലുള്ള സംഗതികൾ ഇതുപോലുള്ള ടെക്നോളജീസ് എന്തായാലും ടേക്ക് ഓവർ ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതൽ. പക്ഷേ കസ്റ്റം ആയിട്ടുള്ളതിന് പക്ഷേ ഈ പറയുന്ന പോലെ കസ്റ്റം എന്ന് പറയുമ്പോൾ ഈ വെബ് ആപ്പ് സാസ് ടൈപ്പ് സംഗതികൾ പ്രോജക്ട്സ് അതുപോലുള്ളതിന് ഇപ്പോഴും ഹ്യൂമൻ ഇന്റർഫേസ് ഒരു ഹ്യൂമൻ ഇന്റർഫിയറൻസ് ഇപ്പോഴും വേണം. പക്ഷേ അതിനകത്താണെങ്കിൽ പോലും ഈ പറയുന്ന പോലെ ക്ലോഡ് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അഡ്വാൻസ്ഡ് ആണ്. നമ്മളിപ്പോൾ വിചാരിക്കുന്ന ഒരു ഡാഷ്ബോർഡ് എന്നൊക്കെ പറയുന്ന സംഗതി വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിലൊക്കെ എന്ന് പറയുന്നത് ഇനി ഫ്യൂച്ചറിൽ ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഡിസ്കഷനിൽ ഞാനൊരു പറഞ്ഞ കേസാണ്, ഇനി സ്കൂളിൽ നമുക്ക് പഠിപ്പിക്കേണ്ടത് ഈ പറയുന്ന പോലെ തന്നെയാണ്. നമുക്ക് സയൻസ് ഹിസ്റ്ററി എന്നൊക്കെ പറയുന്നത് പോലെ ഏറ്റവും കൂടുതൽ ഇപ്പം അതിനേക്കാളും ഇപ്പം പഠിപ്പിക്കേണ്ട ഒരു കേസ് കമ്മ്യൂണിക്കേഷനാണ്. ഓക്കെ. അപ്പോൾ ഓപ്പൺലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിക്കുക. മാത്രമല്ല ഒരു കാര്യം എങ്ങനെയാണ് ചോദിക്കേണ്ടത് എന്ന് പറയാം, പ്രോംപ്റ്റ്. അപ്പോൾ അതിന് ഈ പ്രോംപ്റ്റ് എന്ന് പറയുന്നത് അതിനൊരു കേസ് സ്റ്റഡിയും കൂടെയാണ്. കാരണം നമ്മളൊരു ChatGPT തന്നെ നമ്മളൊരു പ്രോംപ്റ്റ് ചോദിച്ചു കഴിഞ്ഞിട്ട് അതേ കാര്യം തന്നെ ചെറിയ വേർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ചോദിച്ചാൽ റിസൾട്ട്സ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. അപ്പോൾ നമ്മൾ ഇതേപോലെ പല രീതിയിൽ ചോദിച്ചിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ ചിലപ്പോൾ ചേർക്കുമ്പോഴായിരിക്കും നമുക്ക് കുറെ കൂടെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു സാധനമാകും. അപ്പോൾ അതിൽ മാത്രമല്ല ഈ പറയുന്ന പോലെ 90s കിഡ്സ് എന്നൊക്കെ പറയുന്ന പോലെ ഞാൻ ഇപ്പോഴുള്ള ആൾക്കാർ, ഇത് പുതിയ ജനറേഷൻ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വരുന്ന ആൾക്കാർക്ക് ഇപ്പം കുറച്ചുകൂടെ പ്രോംപ്റ്റായിട്ട് തന്നെ ചോദിക്കാൻ അറിയാം. പക്ഷെ അതിന് മുന്നേ ഉള്ളവർ ഇപ്പോഴും പഴയതുപോലെ മറ്റേ ഗൂഗിളിൽ ചെയ്യുന്ന പോലെ കീവേഡ്സ് ഇട്ട് ചോദിക്കുമ്പോൾ അതിന്റെ ക്വാളിറ്റി കുറയുന്നുണ്ട്. പിന്നെ കംപ്ലൈന്റും ചെയ്യുവര്. അതെ. അപ്പോൾ അത് പഠിപ്പിക്കണം എന്നുള്ളത് പറയുന്നത് അല്ലേ? അത് പഠിപ്പിക്കണം എന്നുള്ളതല്ല, അത് പഠിച്ചിരിക്കണം എന്നാലേ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അതെ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എല്ലാത്തിനകത്തും ഒന്ന് ക്ലിയർ ആകുക, പ്രയോറിറ്റി. അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആകുമ്പോൾ തന്നെ വേറൊരു സംഗതി എന്ന് പറയുന്നത് നമുക്ക് അത്രയും കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആകുമ്പോൾ തന്നെ ഔട്ട്പുട്ട് വരും. അതുപോലെ മറ്റൊരാളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ് എന്നുള്ളൊരു ക്ലാരിറ്റി കിട്ടും. അപ്പോൾ അത് ആക്ച്വലി നമ്മൾ ഈ ഡിസൈനിലാണെന്നുണ്ടെങ്കിലും നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ആണെങ്കിൽ വളരെയധികം നമുക്കിത് ചെയ്യാം. കാരണം ഒരു ഫീച്ചർ വുഡ് ഇറ്റ് ബി റിക്വയർഡ് ഫോർ യു, ലൈക്ക് അത് വിൽ ഇറ്റ് വർക്ക് ഫോർ യു ഇല്ല എന്നുള്ളത് നമുക്കൊരു ഇമാജിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ ക്ലാരിറ്റി വരുമ്പോഴത്തേക്ക് അത് കിട്ടും. മനസ്സിലായി. എന്നോട് പണ്ടൊരു ഒരാൾ പറഞ്ഞ ഒരു കാര്യമാണ്, ഞാൻ ഇതേപോലെ ഫ്ലിപ്പ് മീഡിയ എന്ന് പറഞ്ഞൊരു ഏജൻസിയിൽ വർക്ക് ചെയ്തിരുന്നപ്പം ഈ സിമിലർ ആയിട്ടൊരു ഐഡിയ ആണ് പറഞ്ഞത്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. അതായത് പുള്ളി കനേഡിയനാണ്. പുള്ളി പറഞ്ഞത് നമ്മൾക്ക് ഈ കംപ്ലയിൻ്റ് ആണല്ലോ ആ സമയത്ത്. കാരണം നമ്മളൊരു നല്ലൊരു സംഭവം ഉണ്ടാക്കി കൊടുക്കുന്നു, അപ്പോൾ ക്ലയൻറ്റ് വരുന്നത് ഇത് ശരിയല്ല എന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഡീമോട്ടിവേറ്റഡ് ആവും. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പം പുള്ളി എന്നോട് പറഞ്ഞാണ്, ഇതിൻ്റെ അകത്തുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ റൈറ്റ് ആൻഡ് റോങ്. എനിക്ക് റൈറ്റ് എന്ന് തോന്നുന്നത് ചിലപ്പം അവർക്ക് റോങ് ആയിട്ടായിരിക്കും തോന്നുന്നത്, നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാനും പറ്റില്ല. പുള്ളി പറഞ്ഞത് ഇറ്റ്സ് ഓൾ അബൌട്ട് മാനേജിങ് എക്സ്പെക്റ്റേഷൻസ് എന്ന് പറഞ്ഞു. അതായത് അവരുടെ എക്സ്പെക്റ്റേഷൻ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ അതിന് വേണ്ടുന്നത് നീ ചെയ്തു കൊടുത്താൽ മതി. അങ്ങനെ ചെയ്തു കൊടുത്താൽ അവരും ഹാപ്പിയാവും, നിങ്ങൾക്ക് സമയം ലാഭിക്കാം. അതല്ല നിങ്ങൾ ലോകത്തുള്ള നിങ്ങൾ ഇമ്പോർട്ടൻ്റ് എന്ന് വിചാരിക്കുന്ന സംഭവങ്ങളൊക്കെ ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഓക്കെ, വണ്ടർഫുൾ. നമുക്ക് ഏതായാലും റാപ്പപ്പ് ചെയ്യാം. അപ്പോൾ എനിക്ക് ഫൈനലായിട്ടൊരു ക്വസ്റ്റ്യൻ. നമ്മൾ പലപ്പോഴും ആൾക്കാർ വിചാരിക്കുന്നത് സക്സസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു അക്കംപ്ലിഷ്മെൻറ്റ്സ് മാത്രമാണെന്നുള്ളതാണ് പലരുടെയും, അല്ലേ? പൈസ ആയാലും ശരി, അല്ലെങ്കിൽ പൊസിഷനോ പവറോ എന്തായാലും ശരി. അങ്ങനെയാണോ? ഫെയിലിയേഴ്സ് കൂടെ ഇതിൻ്റെ അകത്തൊരു ഭാഗമാണ് എന്നുള്ളതാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത്. അപ്പോൾ അരവിന്ദിൻ്റെ ഈ ഒരു ജേർണിയിൽ ഫ്രീലാൻസറായിട്ട് തുടങ്ങി ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നു. വാട്ട് ആർ ദ കൈൻഡ് ഓഫ് ഫെയിലിയേഴ്സ് ദാറ്റ് യു ഗോൺ ത്രൂ ദാറ്റ് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇഫ് യു ക്യാൻ ഷെയർ വിത്ത് അസ്? ഷുവർ. ഈ പറയുന്ന പോലെ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്ന കുറച്ച് ഫെയിലിയർ എന്ന് പറയുന്നത് നമ്മൾ റിസോഴ്സസിനെ, അതായത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. നമ്മൾ പറ്റിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് ഈ പറയുന്ന പോലെ റിക്കവറായി, നമുക്ക് നല്ല ആൾക്കാരെ കിട്ടി. അപ്പോൾ അതിൽ നിന്ന് മീൻസ് പോയി. പിന്നെ ചെയ്തു വന്നപ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു നമ്മളെവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇപ്പോൾ പ്രോഡക്ട്സിലോട്ട് വന്നത് അങ്ങനെയാണ്. ഒരു ഗ്യാപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുക, അവിടെ അതിന്ന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു സോൾവ് ചെയ്യുക. അതൊരു അതെ, ബേസിക്കലി ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുക, സോൾവ് ചെയ്യുക എന്നുള്ളത്. അത്
പ്രൊഡക്റ്റ് ത്രൂ സോൾവ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു പണ്ടേ ഉള്ള ഉള്ളൊരു ഇതാണ്, ഫിലോസഫിയാണ്. ഫിലോസഫിയിലുള്ളതാണ്. അതെ. അപ്പോൾ വെബ്സൈറ്റൊക്കെ ചെയ്യാൻ മറ്റേ നമുക്ക് കുറച്ച് അത്രയും സോളിഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നൊക്കെ ഉള്ളൊരു ഇതിൽ വന്നപ്പോൾ തന്നെ നമ്മൾ വേറെ കുറച്ച് പ്രോഡക്ട്സിലോട്ട് ഇത് ഈ പ്ലഗിൻസ് എന്ന് പറയുന്നത് പിന്നീട് വരുന്ന പ്രോഡക്ട്സ് ആണ് ശരിക്കും. ആദ്യം കുറച്ച് വേറെ പ്രോഡക്ട്സ് എന്നല്ല, വേറെ കമ്പനീസായിട്ട് തന്നെ ഞാൻ കുറച്ച് സംഗതികൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരി. അതിൽ പലതും ഫെയിലായിട്ട് പിന്നെ തിരിച്ച് ആക്ച്വലി നമ്മൾ റൂട്ടിലോട്ട് വന്നതാണ്. ശരി. അപ്പം അങ്ങനെ കുറേ എന്തുകൊണ്ട് ഫെയിലായി? അത് ഫെയിൽ ഓരോന്നും ഓരോ കാര്യമാണ്. ഓക്കെ. എൻ്റെ പാഷനിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ശരി. ഒന്ന്, ഞാൻ എൻജിനീയറിങ് എന്നുള്ളൊരു സൈഡിലോട്ട് പോയിട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് മീഡിയ സൈഡിലോട്ട് പോകുക എന്നുള്ളതായിരുന്നു. ഓക്കെ. ബേസിക്കലി ഒരു ജേർണലിസ്റ്റ്, ന്യൂസ് ആ ഒരു ലെവലിൽ പോവുക എന്നൊക്കെ ഉള്ളൊരു ഇൻട്രസ്റ്റ് എനിക്ക് ഉണ്ടായിരുന്നു. ഓക്കെ. അല്ലെങ്കിൽ വിഷ്വൽ മീഡിയ സംതിങ് ഓക്കെ, ആ സൈഡിലോട്ടായിരുന്നു എൻ്റെ ഒരു താല്പര്യം. പക്ഷേ അത് എങ്ങനെയോ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ കിട്ടി, അത് കഴിഞ്ഞ് പെട്ടുപോയി എന്നൊക്കെ പറയാം. അങ്ങനെ പോയി. കേരളത്തിൽ ഒരു 99% അങ്ങനെ ആണ് വെബ് ഡിസൈൻ എന്നുള്ള സൈഡിൽ കൂടെ പോയത്. അപ്പോൾ എനിക്ക് അതായത് ഒരു ലോക്കൽ ഒരു നിഷ് ആയിട്ടൊരു പബ്ലിക്കേഷൻ, ഒരു ഓൺലൈൻ പബ്ലിക്കേഷൻ എന്നുള്ള ലെവലിൽ ഞാനൊരു entecity.com എന്ന് പറഞ്ഞൊരു entecity.com. ഇത് ഏത് വർഷത്തായിരുന്നു? 2000? ഇത് വാസ് ഇൻ 2011-12. ശരി. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. അത് ലോക്കൽ ന്യൂസിന്റെ ഒരു ഹബ്ബ് പോലെ അല്ലേ? അതെ, ലോക്കൽ ന്യൂസ്, ലോക്കൽ ബിസിനസ് ന്യൂസ്, ലോക്കലി ഇവന്റ്സ്, അങ്ങനെയുള്ള സംഗതികൾ. ഇത് പല സിറ്റീസിലുണ്ടായിരുന്നു അല്ലേ? ട്രിവാൻഡ്രത്തും കൊച്ചിയിലും ആയിട്ട് ആണ് നമ്മൾ മെയിൻലി ചെയ്തത്. പിന്നെ വേറെ സിറ്റീസിലോട്ടൊക്കെ എക്സ്പാൻഡ് ചെയ്യാം എന്നൊക്കെ ഉള്ളൊരു പ്ലാൻ ആയിരുന്നു. അത് എങ്ങനെ ക്ലിക്കായോ അതോ ഇല്ല? ആ സംഭവം ക്ലിക്കായി. കാരണം വി ഹാഡ് ആ സമയത്ത് ഇപ്പോൾ അതിൻ്റെ ഒരു മെഷർമെന്റ് ഓഫ് ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല വെബ്സൈറ്റ്, നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു ആ സമയത്ത്. ഇൻസ്റ്റാഗ്രാം വന്നിട്ട് പോലുമില്ല. പക്ഷേ ഫേസ്ബുക്ക് ഉണ്ട്. അപ്പോൾ ഫേസ്ബുക്കിൽ നമ്മൾ അതിനെ ഒരു സപ്പോർട്ട് ചെയ്യാനെന്നുള്ള ലെവലിൽ ഫേസ്ബുക്ക് പേജ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ശരി. ട്വിറ്റർ ആക്ച്വലി അതിൽ ആ സൈഡിൽ റിലവൻ്റ് അല്ലാത്തത് കൊണ്ട് ട്വിറ്ററിലോട്ട് അധികം ആരും ഇല്ലല്ലോ ആ സമയത്ത്. അതിൽ ഈ ബേസിക്കലി ഈ ഒരു പബ്ലിക് അതിനകത്തില്ല. അങ്ങനെ ഫേസ്ബുക്കിൽ ആ സമയത്ത് തന്നെ 1 lakh പ്ലസ് ആ സമയത്ത് വെരിഫൈഡ് പേജൊക്കെ കിട്ടി. ശരി. ഫേസ്ബുക്ക് വെരിഫൈഡ് പേജ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ഓൾമോസ്റ്റ് ഫസ്റ്റ് ആയിട്ട് കിട്ടിയ ഒരു പബ്ലിക്കേഷൻ ആയിരുന്നു entecity.com. ഫേസ്ബുക്കിന്റെ ആ സമയത്ത് നമ്മുടെ ലൈവ് ന്യൂസ്, അങ്ങനെയാണോ പേര്, സംതിങ്, അതൊക്കെ വന്നപ്പോഴെല്ലാം നമുക്ക് തന്നെ സ്റ്റാർട്ടിങ് എക്സ്പെരിമെന്റ്സിൽ കിട്ടി. ഫേസ്ബുക്ക് റിലേഷൻ മാനേജർഷിപ്പ് മാനേജർ ആ ഒരു ലെവലിലൊക്കെ നമുക്ക്. അപ്പോൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ കണ്ടന്റ് മാർക്കറ്റിംഗിന്റെ ഒക്കെ ഒരു തുടങ്ങുന്നതിന് മുന്നേ തന്നെ അതിന്റെ നമ്മൾ അതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഇത് പറയാം, മൂവി പ്രൊമോഷൻസ് ഓൺലൈൻ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ മൂവി പ്രൊമോഷൻ തുടങ്ങിയിരുന്നു അല്ലേ? ഏതാ ചെയ്തിരുന്നു ആ സമയത്ത്? സ്റ്റാർട്ട് ചെയ്തത് അത് നമ്മൾ അഞ്ജലി മേനോന്റെ മഞ്ചാടി ഗുരു, അഞ്ജലി മേനോ ഫസ്റ്റ് ഫിലിം, അത് റിലീസ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ റിലീസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു മെസ്സേജ് അഞ്ജലി മേനോന് ഇങ്ങനെ ഫേസ്ബുക്കിൽ എന്തോ ഇട്ടു. ഷീ റെസ്പോണ്ടഡ്. അപ്പോൾ ഇതുപോലെ ഫിലിം വരികയല്ലേ, ഒരു ഇന്റർവ്യൂ ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ് മേ ബി ഹെൽപ്ഫുൾ ഫോർ പ്രൊമോഷൻ, അപ്പോൾ അങ്ങനെ ചെയ്യാമോ എന്ന് ചോദിച്ചു. ഷീ യെസ് എന്ന് പറഞ്ഞു. ഞങ്ങളപ്പോൾ തന്നെ ഇവിടെ വീട്ടിൽ പുള്ളിക്കാരി അഡ്രസ്സ് അയച്ചു തന്നു. വീട്ടിൽ ചെന്നു, ഞങ്ങൾ ഇന്റർവ്യൂ എടുത്തു, അത് യൂട്യൂബിലിട്ടു. 2011 അല്ലേ? 11-12 സമയമായിരിക്കണം. ശരി. മൂവി പ്രൊമോഷൻസും തുടങ്ങുന്ന നീലക്കോയിലും മൊയൽ മീഡിയ ഒക്കെ വരുന്നതിന് മുന്നേ അല്ലേ? അപ്പോൾ അങ്ങനെ അത് ചെയ്തു. അതുപോലെ തന്നെ ലോക്കലി ട്രിവാൻഡ്രത്തില് ലോക്കലിയുള്ള നമ്മൾ ചില ഈ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ പോയിട്ട് അതൊന്നും ഫ്രീ ആയിട്ട്, വേറെ ഒന്നുമല്ല, നമ്മൾ പോയി അവിടെ വീഡിയോ എടുത്തു, പ്രൊമോട്ട് ചെയ്യുക, അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടത് പിന്നെ പ്രൊലോങ്ഡ് ആയിട്ട് പോയില്ല എന്ന് പറയുന്ന ഒന്നാമത്തെ കേസ് ഇന്നുണ്ടായിരുന്നെങ്കിൽ പ്രോബ്ലി വളരെ ബിഗ് ആയിട്ടുള്ള മീഡിയ. അന്ന് ആ സമയത്ത് ഒന്നാമത്തെ കേസ് അതിൽ നിന്നുള്ള അന്ന് റവന്യൂ ഭയങ്കര കുറവായിരുന്നു. ആ സമയത്ത് അറിയാലോ, യൂട്യൂബ് റവന്യൂ ഷെയർ അപ്പോഴുണ്ട്, നമുക്ക് ചെറിയ റവന്യൂ കിട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇറ്റ്സ് വെരി നെഗ്ലിജിബിൾ റവന്യൂ ആയിരുന്നു ആഡ്സൻസിൽ നിന്ന് വരുന്നത്. അത് ഈവൻ വെബ്സൈറ്റിൽ നിന്നാണെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് ട്രാഫിക് ഉണ്ട്, വരുന്നുണ്ട്. പക്ഷെ നമുക്കത് കൺവേർട്ട് ചെയ്ത് മറ്റേ ഈ ആക്ച്വലി
സസ്റ്റൈനബിൾ ജീവിക്കാൻ പറ്റുന്ന ലെവലിൽ കിട്ടില്ല. ഇപ്പം നമ്മളൊരു ഫ്രീലാൻസറായിട്ട് നിൽക്കുകയാണ്, ഒരു നമ്മളെ കൂടെ ഒരാളുണ്ട് എന്നുണ്ടെങ്കിൽ പറ്റും. നമ്മൾ പക്ഷേ നമ്മൾ ആ സമയത്ത് ഒരു പ്രൊഫഷണൽ ഒരു ടീമിനെ ഇറക്കിയാണ് ചെയ്തത്. ഓക്കെ ഓക്കെ ഓക്കെ. മീഡിയ ടീം, മറ്റേ ആക്ച്വലി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ജേർണലിസ്റ്റ് ആയിട്ടുള്ളവർ തന്നെ നമ്മൾ, പിന്നെ മാർക്കറ്റിംഗ് ടീം ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ശരി. അപ്പോൾ സസ്റ്റെയിൻ ചെയ്യാൻ ആ ഒരു ലെവലിൽ ശരിക്കും പറഞ്ഞാൽ അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഇപ്പോഴുണ്ടോ ആ ഡൊമൈൻ entacity.com? ഉണ്ട്, ഇപ്പോഴും ഡൊമൈനൊക്കെ കയ്യിലുണ്ട്, റണ്ണിംഗ് ആണ്. അതെ. മേ ബി നിങ്ങൾക്ക് ഒന്നും കൂടി തുടങ്ങാം, ഇപ്പൊ നല്ല റൈപ്പ് മാർക്കറ്റ് ആണ്. അല്ല പിന്നെ കൈപൊള്ളിയല്ലേ വെറുത്തു എന്ന് പറയാം. ശരി ശരി. കാരണം എന്ന് വെച്ചാൽ അത് നമ്മൾ ആ സമയത്ത് വന്ന ഒരുപാട് ഇവന്റ്സിലൊക്കെ നമ്മൾ പാർട്ണറായി. നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആക്ച്വലി നമ്മൾ സർവീസായിട്ട് എടുത്ത് പ്രൊമോട്ട് ചെയ്ത് കൊടുത്ത ഒരുപാട് മറ്റേ ആ സമയത്ത് അവിടെ ലോഞ്ച് ചെയ്ത ഒരുപാട് ബ്രാൻഡ്സ്, ഒരുപാട് ഹോട്ടൽസ് ഒക്കെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇത് നമ്മൾ ക്യാമ്പയിൻസ് ആയിട്ട് നമ്മൾ സർവീസായിട്ട് എടുത്ത് ചെയ്തു കൊടുക്കും. പക്ഷേ ഇതിലൊക്കെ എന്ന് വെച്ചാൽ മെയിൻലി വേറൊരു സംഭവം നമ്മൾ ചലഞ്ച് വന്നത് പേയ്മെന്റ്സ് ഡിലേ, പല പേയ്മെന്റ്സും പിന്നെ പ്രോമിസ് ചെയ്തിട്ട് കിട്ടാതിരിക്കുക, അങ്ങനെയൊക്കെ നമുക്ക് നടന്നപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഡിമോട്ടിവേറ്റഡ് ആ സമയത്താണ്. അതെ അതെ, ഭയങ്കര ഡിമോട്ടിവേറ്റഡ് ആയി. അപ്പം കയ്യിൽ നിന്ന് അപ്പോഴും നമ്മളെ ടീമിലെ ബാക്കി എല്ലാവരും ആ ഒരു മൂഡിലോട്ട് പോയി. അവർ തന്നെ എന്നോട് ചോദിക്കാൻ തുടങ്ങി, നമ്മൾ ഈ ഒരു എഫേർട്ട് നമ്മളെ മറ്റേ സർവീസസിൽ ഇട്ടാൽ മതി ഇതിൽ. അവസാനം ഞാനും ശരിയാണ്, ഇതിന്റെ പകുതി അഗൈൻ എവരിതിങ് കംസ് ബാക്ക് ടു പീസ് ഓഫ് മൈൻഡ്. ആ സമയത്ത് പീസ് ഓഫ് മൈൻഡ് കംപ്ലീറ്റ്ലി പോയി തുടങ്ങി. അതങ്ങ് ഡ്രോപ്പ് ചെയ്തു, നമുക്ക് നിർത്താന്ന് വെച്ച് പോയി. പിന്നെ അതുപോലെ ആക്ച്വലി ഇതിന്റെ സൈഡിൽ അതുപോലെ 2-3 പ്രോഡക്ട്സിൽ കൂടെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, കൊണ്ട് തല വെച്ചിട്ടുണ്ട്. അതും പിന്നെ അതൊന്നും ഈ പറയുന്ന പോലെ ഒരു എക്സ്പീരിയൻസ് മോശമായിട്ടല്ല, പ്രൊഡക്ട്സ് ടേക്ക് ഓഫ് ചെയ്തില്ല. ഒരു റീനൗ എന്നും പറഞ്ഞിട്ടൊരു റീസൈക്ലിംഗ് ഇത് ചെയ്യാം, ഒരു മൊബൈൽ ആപ്പ്. അതും ഈ പറയുന്ന 2023-24 ടൈമിലാണ്. അപ്പോൾ ജസ്റ്റ് ഇപ്പം റീസൈക്ലിങ് മീൻസ് ബേസിക്കലി പിക്കപ്പ് ചെയ്യുക, പേയ്മെന്റ് ചെയ്യുക. പിന്നെ അതുകൂടാതെ ഒരു റീസൈക്കിൾ പാക്കേജിങ്, അതായത് റീസൈക്കിൾ ചെയ്യാവുന്ന പ്രോഡക്ട്സിന്റെ പാക്കേജിങ്ങിന്റെ ഒരു R&D ചെയ്യുക. എന്നിട്ട് അതിന്റെ ഒരു ഫൈനൽ ഗോൾ എന്ന് പറയുന്നത് ബ്രാൻഡ്സിന് വേണ്ടിയിട്ട് ഇത് ബേസിക്കലി ആ ഒരു പ്രോജക്റ്റിന്റെ തന്നെ ഫൈനൽ നമ്മളൊരു ഗോള് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് മാക്സിമം സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് പാക്കേജിങ്ങിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് കൊടുക്കാൻ പറ്റുക. അപ്പം ഈവൻ സാധാരണ ഇപ്പോൾ ഉള്ള ലേസ് പാക്കറ്റ് പോലുള്ള സംഗതി ആണെങ്കിലും നമ്മളെ പ്ലാസ്റ്റിക് കവർ എന്നുള്ളത് മാറ്റി വേറെ എന്തെങ്കിലും ആൾട്ടർനേറ്റീവ് പാക്കേജിങ്ങിൽ സൊല്യൂഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റണം. അതൊരു ഒരു ഇതും കൂടെ ആയിരുന്നു, ഒരു മിഷൻ പോലെയുള്ള ഒരു സംഗതിയും കൂടെ ആയിരുന്നു. അതിലും ഈ പറയുന്ന പോലെയാണ് വേറെ പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു, ഈ അവനിൽ നിൽക്കുന്ന ഉണ്ടായിരുന്നു. പക്ഷെ അതും പിന്നീട് ക്ലിക്കായില്ല, ടേക്ക് ഓഫ് ആയില്ല. കുറച്ച് വേറൊരു ഇതേപോലെ ഫണ്ടിങ് ചലഞ്ചും ഒക്കെ വന്നു. പിന്നെ അതും ഞാനും അതിൻ്റെ ഒരു സൈഡ് ഈ പറയുന്ന ഐഡിയയിലും ടെക്കിലും നിൽക്കാം, ബാക്കിയുള്ള പ്രോസസ്സിൽ വേറെ പാർട്ട്നേഴ്സ് ആയിരുന്നു. പക്ഷെ അവർക്ക് ഈ പറയുന്ന പോലെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് വേറെ ഇൻട്രസ്റ്റ് വന്നു, അങ്ങനെ മാറി. അപ്പോൾ അത് നിന്നു. പിന്നെ ഇതേപോലെ വേറെ 1-2 നമ്മൾ പിന്നെയും പീസ് ഓഫ് മൈൻഡിലോട്ടാണ് തിരിച്ചു പോകുന്നത്. പിന്നീട് അവസാനം ആയപ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ കോറിലോട്ട് തന്നെ വന്നു, എല്ലാ സർക്കസും നിർത്തി. അല്ല, അത് അങ്ങനെ തന്നെയാണല്ലോ അല്ലേ. നമ്മൾ പലതും ട്രൈ ചെയ്തിട്ട് പിന്നെ നമ്മുടെ ഒരു സ്വീറ്റ് സ്പോട്ടിലോട്ട് വരുന്നു. അപ്പോഴാണ് നമ്മൾ ആ ഒരു ഫ്ലോയിലോട്ട് വരുന്നത്. ഈ ഇക്കിഗായ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലൊക്കെ പറയുന്ന പോലെ തന്നെ അവിടെ നമുക്ക് ഈ പറയുന്ന പോലെ പലതും ഇങ്ങോട്ട് വരും. മറ്റേതിൽ നമ്മൾ എഫേർട്ട് എടുത്ത് അങ്ങോട്ട് പോയാലും കാര്യങ്ങൾ നടക്കില്ല. ഈ ഒരു സ്പോട്ടിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് പലതും വന്ന് ഭവിക്കും എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് എൻ ഇൻക്രെഡിബിൾ ജേർണി. ഒരു ഫ്രീലാൻസറായിട്ട് തുടങ്ങി, ഇപ്പം 19 പേരുണ്ട് ടീമിൽ, 2 crore ടേൺ ഓവറുണ്ട്. എന്നാലും ലോ പ്രൊഫൈലായിട്ട് നിൽക്കുന്നു. പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലഗിൻസും പ്രൊഡക്ട്സും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പലർക്കും അറിയില്ല, മേ ബി ഈ പോഡ്കാസ്റ്റിന് ശേഷം എല്ലാവരും അറിയട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഐ ലൈക്ക് ദ ഐഡിയ ഓഫ് പീസ് ഓഫ് മൈൻഡ് ആൻഡ് ഗോയിങ് ബാക്ക് ടു യുവർ ബേസിക്സ്. ഐ തിങ്ക് ദാറ്റ് മീൻസ് എ ലോട്ട് അല്ലേ. പലരും സക്സസ് എന്ന് പറഞ്ഞ് ചേസ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് പീസ് ഓഫ് മൈൻഡ് തരില്ല. പലരും ഉറങ്ങാത്ത ആൾക്കാരുണ്ടല്ലോ, പൈസ കൊണ്ട് ഇഷ്ടം പോലെ, പക്ഷെ ഉറങ്ങത്തില്ല, ഉറങ്ങാനുള്ള സൗകര്യം ഇല്ല എന്നുള്ളതാണ്. പക്ഷേ that makes a lot of sense. So wonderful having you on the show. Thanks a lot. We'll meet again. Thank you. Okay.